ഇന്ന് രാത്രിയിലെ തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായി വായിച്ച വാക്യത്തിൽ പ്രാരംഭ ഭാഗത്ത് ഇങ്ങനെ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ വാക്യം മനപ്പാഠമാണ്. വിശേഷിച്ച് പെന്തിക്കോസുകാർ പലരും പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ സാധാരണ ഉരുവിടുന്ന പല വാക്യങ്ങളുണ്ട്. അതിലൊരു വാക്യമാണ് യെശയ്യാവ് 58 പ്രാരംഭ വാക്യം, 59. അപ്പോൾ 59-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം എല്ലാവർക്കും സുപരിചിതമാണ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങളെ നിങ്ങൾക്കറിയാം, നമുക്ക് പലർക്കും അറിയാം, രണ്ടായിട്ടാണ് തരംതിരിച്ച് പഠിപ്പിക്കുന്നത്. ഈ വേദപുസ്തകം തന്നെ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു ബൃഹത്തായ പുസ്തകമാണ് സത്യവേദ പുസ്തകം. മിക്ക ഇടങ്ങളിലും പറയാറുണ്ട് ഇതിന്റെ പേര് തന്നെ സത്യവേദ പുസ്തകം എന്ന. ഇങ്ങനൊരു പേരുള്ളൊരു പുസ്തകം വേറെ ഇല്ല. അത് കേട്ടാലെങ്കിലും ഒരു ഇതിന്റെ പേര് തന്നെ ഇതിങ്ങനെ എടുത്തോണ്ട് നെടുക നടക്കുന്നല്ലാതെ നോക്കുന്നില്ലെന്നാ തോന്നുന്നത്. ഇതിന്റെ പേരതാ സത്യ. നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് 4 വേദം 6 ശാസ്ത്രം 18 പുരാണങ്ങൾ. 4 വേദം 6 ശാസ്ത്രം 18 പുരാണങ്ങൾ. പാടാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ഇതിന് മാത്രമേ സത്യവേദ പുസ്തകം. ഇത് കൈ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇത് നിന്റെ വീട്ടിൽ വന്നത് കയറിയത് തന്നെ വലിയ ഭാഗ്യമാണ്. എന്റെ ഭാഷയെ പറയാ, ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇത് വായിച്ചോണ്ടിരുന്നാൽ പിന്നെയും ഭാഗ്യം കൂടുക. വായിച്ച് കുഴപ്പാതെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിച്ചാൽ പിന്നെയും ഭാഗ്യമാണ്. സ്തോത്രം. ഈ തിരുവചനത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻ മധുരാമൃത വചനം ഇന്നതയാകെ പോകും, നിൻ മധുരാമൃത വചനം ഇന്നതയാകെ പോകും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ 2 ശീല പാട്ട് പാടും. നമുക്ക് നാളെ കൺവെൻഷൻ ഇല്ല. ഇവരും നമ്മുടെ പരുവത്തിന് നിൽക്കുന്നുണ്ടത്. ഇടയ്ക്കിടയ്ക്ക് സാധാരണ പറയാറുള്ളതാ, പുട്ടിനിടയിൽ നമ്മൾ പീരയിടും. ഇല്ലേ അമ്മേ? എന്തിനാ അമ്മ പറയാണ്? ആകെ ഓരോരുത്തർക്ക് ഞാൻ ചോദ്യം തരാം. അമ്മ പറ, പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പീര ഇടുകയല്ലേ? എന്തിനാ? എന്തിനാമേ? അമ്മ ഇന്ന് വരെ പുട്ടുണ്ടാക്കിയിട്ടില്ലേ? ഉണ്ടാ എന്നാ അഹോദരി പറ. ഓ എന്തെല്ലാം ഗുണമുണ്ടെന്നറിയാം തേങ്ങാപ്പീര ഇട്ടാ. ഒന്ന്, അടിയിൽ ചില്ലിട്ട് കഴിഞ്ഞാൽ ആദ്യം പീര ഇടും, പൊടി ഇതിനകത്തോട്ട് താഴോട്ട് പോകാതിരിക്കാൻ. തന്നെയല്ല, ആ തേങ്ങാപ്പീരയുടെ പുറത്ത് വേണം പൊടി നിൽക്കാൻ. പിന്നെയും ആൾക്കാർ കൂടുതലുള്ള വീടാണെങ്കിൽ പഴയ അമ്മമാർ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പീര ഇടും. അതെന്തിനാ വെച്ചാൽ യോയ്ക്കുട്ടിക്ക് അരക്കുറ്റി, ബേക്കുട്ടിക്ക് 3/4 കുറ്റി, തങ്കച്ചന് 1 കുറ്റി, കൊച്ചു സാൻകുട്ടിക്ക് 1/4 കുറ്റി. അപ്പൊ ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ചില്ല്. അങ്ങനെ അമ്മയെ പുട്ടുണ്ടാക്കുന്നത് പറയാമേ? പിന്നെ ഒന്നുമില്ല, കൺവെൻഷന് വന്ന് പുട്ടുണ്ടാക്കുന്നെങ്കിലും പഠിച്ചേച്ചു പോകും. പുട്ടിന്റെ പൊടി നനയ്ക്കുകയല്ലേ? അതിന്റെ കണക്കെങ്ങനെയാ? എൻ്റെ ഭാഷ എല്ലാം കൂടെ വായിച്ച് നിറയ്ക്കുന്നതല്ലാതെ കണക്കും കാര്യമൊന്നും. ഞങ്ങളുടെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുഴയരുത്. അതാ കുഴയാതിരിക്കുന്നതാ, കുഴയരുത്. അപ്പം അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ എനിക്കറിയാം. അപ്പം പൊടി നനച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാ നനയ്ക്കുന്നത്. ഇടയ്ക്ക് അമ്മ ഇങ്ങനെ കൈ കൊണ്ട് ഇതിൻ്റെ തിരുമ്മി നനയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നിട്ടത് കട്ടയെല്ലാം നനച്ച് അതിൻ്റെ കണക്ക് ഇനി അതെല്ലാം പഠിച്ചേച്ച് പോയി. ഇങ്ങനെ ഒരു പിടിയെടുത്ത് പിടിച്ച് കഴിയുമ്പോൾ ഇത് അടന്നു പോകരുത്. അതാ അമ്മ പറഞ്ഞ അധികം കുഴയരുതെന്ന്.
ആട്ടെ, നിങ്ങൾ പറയാം, ഓ പുള്ളിയെ അകംകൂടി വന്നിച്ച് പുട്ടുണ്ടാക്കിയ കാര്യം പറഞ്ഞേച്ചാ പോയെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് എനിക്കറിയാം. അപ്പം ചില്ലിട്ട് ആവി വരുമ്പോൾ ഈ കുറ്റിക്കകത്ത് ചില്ലിട്ട് ആദ്യം ഇച്ചിരി തേങ്ങാപ്പീര, പിന്നെ ഇച്ചിരി പൊടി, പിന്നെ തേങ്ങ. അത് പരാതിനെ അനുസരിച്ചാണ്. ഇതിന് പല ഗുണമുണ്ട്. ഒന്ന്, പൊടി ഈ ചില്ലിനകത്തൂടെ താഴോട്ട് അധികം പോവുകയില്ല. 2, ആവി പെട്ടെന്ന് വരും. 3, രുചി കൂടും. 4, മുമ്പേ പറഞ്ഞതാ, ഓരോരുത്തരുടെ പ്രാപ്തി അനുസരിച്ച് കാക്കുറ്റി, അരക്കുറ്റി, മുക്കാക്കുറ്റി, 1 കുറ്റി, 3 കുറ്റി അടിക്കുന്നവരും നമ്മുടെ ഇടയിൽ ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരമ്മ, നല്ല കട്ടയാനൊരു അമ്മ നല്ല ജോലിയൊക്കെ ചെയ്യുന്ന അമ്മയല്ല, ചുമ്മാ അല്ല. അമ്മ പറഞ്ഞു, പാസ്റ്റർ ഞാനിപ്പോൾ 98 വയസ്സുണ്ട്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞ് ഞാൻ ചോദിച്ചു ഭക്ഷണം, ഞാനിപ്പോൾ 3 കുറ്റി പുട്ടൊക്കെ കഴിക്കുമെന്ന്. അപ്പം അമ്മ ആരോഗ്യമുള്ള അമ്മ, ജോലിയും ചെയ്യുന്ന അമ്മയാണ്, അല്ല ചുമ്മാ കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന അമ്മയല്ല. അപ്പം എന്തായാലും ഈ പുട്ടിനിടെ പീര കിട്ടുന്നത് പോലെ ഇന്ന് രാത്രി പ്രസംഗത്തിനിടെ ഇടയ്ക്കിടയ്ക്ക് അതെന്തിനാന്ന് ചോദിച്ചാൽ വേറൊരു ഗുണവും കൂടെ വരും. 1, ഉറങ്ങുന്നവർ അന്നേരം വന്ന് എഴുന്നേൽക്കും. 2, പാട്ടിനോട് താല്പര്യമുള്ള ചിലര് ഉണ്ട്. അപ്പൊ സ്വരവും ട്യൂണും അത്ര നല്ലതല്ലെങ്കിലും ഇവര് പിന്നിലുള്ളത് കൊണ്ട് ഒരു തരത്തിൽ ഒപ്പിച്ചു കൊണ്ടുവരിക. പിന്നെ 3, ഇടയ്ക്കിടയ്ക്ക് ഒരേ പാട്ട് പാടുമ്പം 8:30 പോകേണ്ടവർക്ക് ആ ഇടയ്ക്കത്തെ പാട്ടിന് ഇറങ്ങിപ്പോകാം. 9 പോകേണ്ടവർക്ക് പോകാം. 9:30 പോകേണ്ടവർക്ക് ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടുമ്പോഴേ, അല്ല ചുമ്മാ ഇരിക്കുമ്പം കസാര തല്ലി മറിച്ചിട്ട് ചെടയെ കൂടെ കയറി പോകരുത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പീര ഇട്ട് തരുമ്പോൾ. പിന്നെ 10 പോകേണ്ടവർക്ക് നമ്മൾ ലാസ്റ്റ് ഒന്നിച്ച് പാടുമ്പം പോകും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടും. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. ഒരിക്കൽ കൂടി പ്രാർത്ഥന അപേക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു പുസ്തകത്തിന് മാത്രമേ സത്യവേദ പുസ്തകം, ഇതാണ് സത്യവേദം. ഇതെടുത്തതാണ് നമ്മുടെ ഭാഗ്യം. ഇത് ചുമക്കുവാനിടയായത് വലിയ ഭാഗ്യമാണ്. എന്നെ കേൾക്കുന്ന അഭിഷിക്ത ദാസന്മാരോട് പറയാം, ഇതിനകത്തെ വാക്യങ്ങൾ വലിയ പ്രസംഗ പാഠമോ ഒന്നുമില്ലെങ്കിലും കൊത്തയാന്നേലും 10 വാക്യം ആ മുക്കിന് മൂലയ്ക്ക് നിന്ന് വിളിച്ചു പറയുന്നത് ഒരു ഭാഗ്യമാണ്. യഹോവയുടെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റികയാ. ഇന്ന് രാത്രി തനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തേച്ച് തിരുവചനം തിരിച്ചു വരൂ. ഈ രാത്രി ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവം രോഗശാന്തി അയക്കും. വചനം കേൾക്കുമ്പോൾ തന്നെ സകല ബന്ധനങ്ങളും അടിക്കും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ തിരുവചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഈ രാത്രി യേശു അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഈ പുസ്തകത്തിൽ 66 പുസ്തകങ്ങൾ അടങ്ങിയ മഹത് ഗ്രന്ഥമാണ്. നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം, രാമായണത്തെ ഖണ്ഡങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, മഹാഭാരതത്തെ പർവ്വങ്ങളായിട്ട്, അതുപോലെ ഭഗവത്ഗീത യോഗഭാഗങ്ങളായിട്ട്, ഈ സത്യവേദ പുസ്തകം ഓരോ പുസ്തകങ്ങളായിട്ട്, ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവിയ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം, അങ്ങനെയുള്ള പുസ്തകം 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 അങ്ങനെ 66 പുസ്തകം. അതിൽ ആദ്യ പുസ്തകം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം, ഒടുക്കത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അങ്ങനെ ഇത് മൊത്തമായി ഇനിയും വേറെ പുസ്തകമൊന്നും ദൈവം തരികയില്ല. അത് നോക്കി ഇനി ആരും ഇരിക്കുകയും വേണ്ട. ഇനി ഒരു പുസ്തകം കൂടെ കിട്ടുകാരനെ കുറച്ചുകൂടെ ചൊവ്വനെ ജീവിക്കായിരുന്നു. വേണ്ട, ഇതിനകത്ത് പറഞ്ഞതുപോലെ അങ്ങ് ജീവിച്ചോണ്ടാ മതി. അപ്പൊ ഇതുപോലൊരു പുസ്തകം, ആ പുസ്തകത്തിലെ ചരിത്ര പുസ്തകം, ആദ്യം മോശയുടെ പഞ്ചഗ്രന്ഥം, പിന്നീട് ചരിത്ര പുസ്തകങ്ങൾ, പിന്നീട് സംഗീത പുസ്തകങ്ങൾ, പിന്നീട് പ്രവചന പുസ്തകങ്ങൾ. അങ്ങനെയാണ് പഴയ നിയമം പര്യവസാനിക്കുന്നത്. 2 ഭാഗമാണ്, പഴയ നിയമവും പുതിയ നിയമവും. ഇപ്പം നിങ്ങൾ പെന്തിക്കോസുകാരും അകംകുടിക്കാരും ഓർക്കും, ഇവിടെ ഞങ്ങളിതെല്ലാം പഠിച്ച് തിട്ടമായിട്ടിരിക്കുക. നിങ്ങളെ ഉന്നം വെച്ച് മാത്രമല്ല, ഇതൊന്നും അറിയാത്ത ചിലരും നമ്മുടെ യോഗത്തിന്, അനേക പ്രിയപ്പെട്ടവർ ഈ ലൈവിലും അല്ലാതെയൊക്കെ നമ്മൾ പലയിടത്ത് ചെല്ലുമ്പം ഇതൊന്നും അറിയാൻ മേലാത്ത ധാരാളം പേര് വരാറുണ്ട്. അപ്പം അവരുടെ അറിവിനും കൂടിയായി ഇത് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രാരംഭത്തിൽ സുവിശേഷ പുസ്തകങ്ങൾ 4, പിന്നീട് സുവിശേഷത്താൽ ആകൃഷ്ടരായി യേശുവിൻ്റെ പിന്നാലെ അവിടുത്തെ ശുശ്രൂഷിച്ച് അവിടുത്തെ പിൻഗമിച്ച് അപ്പോസ്തലന്മാർ, അവരുടെ പ്രവൃത്തികളാണ് അപ്പോസ്തല പ്രവൃത്തികൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ അനേക ഇടങ്ങളിൽ സഭകൾ ഉടലെടുത്തു, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ആ സഭ ഉടലെടുത്ത സഭയെ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുക്കുവാനും ഈ ദുഷ്ടലോകത്തിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ ആമേൻ ഉപദേശങ്ങൾ സ്ഥാപിച്ചു കൊടുത്ത പുസ്തകങ്ങളാണ് ലേഖന പുസ്തകങ്ങൾ.
റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ ഉള്ള ലേഖന പരമ്പരകൾ 21 ലേഖനങ്ങൾ. ഒടുവിലായിട്ട് ഭാവികാലത്ത് ഈ ലോകത്തിൽ, ഭൂമിയിൽ, ഈ അണ്ടകടാകത്തിൽ അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന്, രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് മൊത്തം പ്രപഞ്ചത്തിന്, പ്രകൃതിക്ക്, ചരാചരങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കും, ഈ ഭൂമിയിൽ എന്തൊക്കെ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് മറനീക്കി വെളിപ്പെടുത്തി കൊടുത്ത ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം. അങ്ങനെയാണല്ലോ 66 പുസ്തകം. അതില് ഓർപ്പിച്ചു, പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ടാണ് തരം തിരിച്ചു പഠിക്കുന്നത്. ഒന്ന് വലിയ പ്രവാചകന്മാരും, രണ്ട് ചെറിയ പ്രവാചകന്മാർ. നിങ്ങൾക്കറിയാം, വലിയ പ്രവാചകന്മാരുടെ നിരയിൽപ്പെട്ട വ്യക്തികളാണ് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ചെറിയ പ്രവാചക ഗണങ്ങളാണ് ഹോശയ്യ മുതൽ മലാക്കി വരെയുള്ളതായ പ്രവാചകന്മാർ. അവരുടെ പേരിനാലെ പുസ്തകം അറിയപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ വായിച്ചിരിക്കുന്നത് വലിയ പ്രവാചകന്മാരുടെ നിരയിൽപ്പെട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണ് ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാന വാക്യമായിട്ട് വായിച്ചത്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം, യെശയ്യാ പ്രവാചകന് വേദ പഠിതാക്കൾ കൊടുത്തിരിക്കുന്ന വേറൊരു വിശേഷണ പദം സുവിശേഷ പ്രവാചകൻ. എന്താ ഇദ്ദേഹത്തെ സുവിശേഷ പ്രവാചകൻ എന്ന് പറയാൻ കാര്യം? സാധാരണ പ്രവാചകന്മാർ മിക്കവരും സുവിശേഷം ഒന്നും അല്ല പറയുന്നത്. അമ്മാമ്മ ലണ്ടനിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു, അത് സുവിശേഷം അല്ലല്ലോ. അച്ചായൻ കാലിഫോർണിയയിൽ കൂടെ കാറ്റട്ട് ഇട്ടോണ്ട് നടക്കുന്നതായിട്ട് അന്നും സുവിശേഷമല്ല. പോകുകയല്ലെന്നോ അങ്ങനെ പോകരുതെന്നോ അല്ല എൻ്റെ വാദം. മോൻ ഒരു 3 നില വീട് പണിത് അതിന്റെ മട്ടുപ്പാവലിൽ അച്ചായനും അമ്മയും വകിയാലും വലിഞ്ഞു കയറുന്നതായിട്ട് കാണുന്നു, അതൊന്നും സുവിശേഷമല്ല. അതൊക്കെ പണിയോ പണിയാതിരിക്കോ എന്ന് എൻ്റെ വിഷയമല്ല. കൊച്ചുമോൻ BMW കാറിൽ ഹരിപ്പാട്ട് കൂടെ കത്തിക്കുന്നതായിട്ട് ആത്മാവ് കത്താതിരിക്കട്ടെ, അതൊന്നും അല്ല സുവിശേഷം. സുവിശേഷം എന്താന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു, അതാ സുവിശേഷം. നമുക്കറിയാം, പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുകയും അതാകുന്ന ഞങ്ങളുടെ സുവിശേഷം. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ, ഒരു ഗ്രൂപ്പിന്റെ, സംഘടനയുടെ ദൈവമല്ല, അവിടുന്ന് മുഴുലോകത്തിന്റെയും ദൈവമാണ്. ഏത് കുലത്തിലും, നിറത്തിലും, നിലവാരത്തിലും, മതത്തിലും, ഏത് ആചാരത്തിലും അനുഷ്ഠാനത്തിലും പെട്ട വ്യക്തികളാണെങ്കിലും ദൈവത്തിനത് വിഷയമല്ല. യേശു ക്രിസ്തു മുഴുലോകത്തിന്റെ ദൈവമാണ്. ഏത് വ്യക്തിക്കും രക്ഷകനായി സ്വീകരിക്കുവാൻ പറ്റിയ ഒരേ ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. ആർക്കും ഏത് സമയത്തും യേശുവിന്റെ അടുക്ക വരാം. യേശു ഇന്ന് വരെ പറഞ്ഞിട്ടില്ല തിങ്കളാഴ്ച മാത്രമേ വരാവുള്ളൂ, തിങ്കളാഴ്ച ഞാൻ ദർശനം തരുവുള്ളൂ, ചൊവ്വാഴ്ചയും വരാം. യേശു ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പ്രായമുള്ളവർ മാത്രമേ വരാവുള്ളൂ, ചെറുപ്പക്കാരും യേശു പറഞ്ഞിട്ടില്ല. കൊച്ചുങ്ങളാരും ഇങ്ങോട്ട് വന്ന് തൊട്ടേക്കരുത്, യേശു പറഞ്ഞിട്ടില്ല. യേശു അങ്ങോട്ട് കൊച്ചുങ്ങളെ തൊട്ടെന്നുള്ളതാണ്. അപ്പോൾ ആ തൊട്ട് ഞാൻ പിന്നെ വരുന്നുണ്ട്. ഇന്ന വകുപ്പിൽപ്പെട്ടവരെ എൻ്റെ അടുക്ക വരാവോ ഒന്നും യേശു പറഞ്ഞിട്ടില്ല. ആർക്കും ഏത് സമയത്തും യേശുവിൻ്റെ അടുക്ക വരാം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ഏത് വ്യക്തിക്കും യേശു ക്രിസ്തുവിന്റെ അടുക്ക വരാം.
ഏത് സമയത്തും യേശുവിന്റെ അടുക്ക വരാ, ഏത് ദിവസവും യേശുവിന്റെ അടുക്ക വരാ, ഏത് മാസത്തിലും യേശുവിന്റെ അടുക്ക വരാ. ചെറുപ്പക്കാർക്കും വരാം, പ്രായമുള്ളവർക്കും വരാം, അപ്പച്ചനും വരാം, അമ്മച്ചിക്കും വരാം, കുഞ്ഞുങ്ങൾക്കും വരാം, അവൻ കഴിവുള്ളവനും വരാം, കഴിവില്ലാത്തവനും വരാം, കുചേലനും കുബേരനും പണ്ഡിതനും പാവനും എന്ന് വേണ്ട ജീവിതത്തിന്റെ ഏത് തുറകളിൽപ്പെട്ട വ്യക്തിക്കും ഏത് സമയത്തും അടുത്തു വരുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അതാണ് സുവിശേഷം. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് കല്യോ ഞങ്ങളെല്ലാം ഈ മാർഗത്തിൽ വന്നല്ലേ കായ്ക്ക് തൊടിയിക്കുമായിരുന്നു. കല്ലെടുത്തെറിഞ്ഞ് ഏറുകൊണ്ട് ഊപ്പാട് വഴിയിൽ കൂടെ പോലും നടത്തുകയല്ലായിരുന്നു. യേശു വന്നതാ രക്ഷ. യേശുവിനെ കണ്ടതാണ് നമ്മുടെ ഭാഗ്യം, ദൈവത്തിന്റെ മകൻ. അപ്പൊ സുവിശേഷ പ്രവാചകനാണ് യെശയ്യാവ്. യെശയ്യാവ് സുവിശേഷ പ്രവാചകൻ എന്ന് പറയാൻ കാരണം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിക്ക് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ജനനത്തെ പറ്റിയും എങ്ങനെ ജനിക്കുമെന്നും എവിടെ ജനിക്കുമെന്നും ആരിക്കൂട് ജനിക്കുമെന്നും ജനനം എപ്രകാരമായിരിക്കുമെന്നും ഏത് സ്ഥലത്ത് ജനിക്കുമെന്നും മാത്രമല്ല ആ ജനിച്ചു കഴിഞ്ഞ് തുടർന്നുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയെന്നും അവിടുത്തെ ജനനത്തിന് അനന്തരം എവിടെയൊക്കെ യാത്ര ചെയ്യുമെന്നും ശുശ്രൂഷകൾ എന്തൊക്കെയായിരിക്കുമെന്നും ഏത് വിധത്തിൽ ശുശ്രൂഷിക്കുമെന്നും മാത്രമല്ല അവിടുത്തെ പ്രവൃത്തികള്, ചെയ്വനകള്, യാത്ര, പോക്ക്, വരവ് ഇതെല്ലാം ആത്മാവിൽ ദർശിച്ച പ്രവാചകനാണ് യെശയ്യാവ്. മാത്രമല്ല അവിടുത്തെ ശുശ്രൂഷകളുടെ മാഹാത്മ്യം, ശുശ്രൂഷകളുടെ വിവിധ വശങ്ങൾ, കന്നിപ്രസംഗം അതെവിടെയാണെന്നൊക്കെ യെശയ്യാവ് പ്രവചിച്ചത്. യേശുവിന്റെ കന്നിപ്രസംഗം 9-ാം അധ്യായത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നത്. ചടയിൽ നിന്ന് വായിച്ചു, അച്ഛാ വായിച്ചു 9-ാം അധ്യായം യെശയ്യാ പ്രവചനം 9:1. ആ മൈക്കിന് ഒന്ന് ഓളിയും കൊടുത്തരാം, മൈക്കിന് ഒന്ന് ഓളിയും കൊടുത്തരാം. മൈക്ക് കൂടെ ഒന്ന് വായിച്ചു വെച്ചാ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ടേ അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ എന്റെ ഭാഷ പറഞ്ഞ കന്നിപ്രസംഗം അതെവിടാണെന്ന് ആദ്യം പ്രവചിച്ച ആളായ യെശയ്യാവ്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി സ്വർഗം തുറന്നൊരു സാക്ഷ്യം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതെല്ലാം കേട്ട് ഒടുവിൽ പിശാചനാൽ പരീക്ഷിക്കപ്പെടുവാൻ നമ്മുടെ കർത്താവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ആ പരീക്ഷകളിൽ യേശു ജയിച്ചു. വിവിധ പരീക്ഷകൾ വന്നതിനെല്ലാം യേശു ജയിച്ച് മുമ്പോട്ട് വന്ന് ആദ്യത്തെ പ്രസംഗം നഫ്താലിയുടെ സെബൂലൂന്റെ ആ തീരത്ത വായിച്ച് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 14 മുതൽ ഒന്ന് വായിച്ചാണ്ട്. 12 മുതൽ വായിച്ചോ. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറ് 4:12 മുതൽ. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12 മുതൽ വായിച്ചു. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലീലായിക്ക് വാങ്ങിപ്പോയി നസറത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. സൂക്ഷം കഫർനഹൂമിലോട്ട് വന്ന് നഫ്താലിയുടെയും സെബൂലൂന്റെ അതിരുകളിൽപ്പെട്ട കഫർനഹൂമിലേക്ക് യേശു വന്നു. വായിച്ചു. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം. അപ്പോൾ ശ്രദ്ധിക്കുക, എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇടവന്നു. അങ്ങനെ നിവർത്തിയായി. അപ്പോൾ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിക്ക് 1700 കൊല്ലം മുമ്പ് യെശയ്യാവ് ആത്മാവിൽ ദർശിച്ച് കണ്ടു യേശുവിന്റെ ആദ്യത്തെ കന്നിപ്രസംഗം.
അത് സെബുലൂന്റെ നഫ്താലിയുടെ അതിരുകളിൽ ചെന്ന് ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണും. സാക്ഷാൽ വെളിച്ചം യേശുവാ, ദിവ്യ വെളിച്ചമാ ക്രിസ്തു. അതുകൊണ്ട് യേശുവിന് ആരും വെട്ടം കൊണ്ട് കാണിക്കുമെന്നും വേണ്ട. യേശു ആ വെളിച്ചം. യേശു നമുക്ക് വെട്ടം തരുന്നയാളാ. യേശു ഇരുട്ടം തിരിക്കുക, എന്നാ ഒരു തിരി ഇരിക്കട്ടെ. യേശുവിന് തിരി വെക്കരുതേ. സ്തോത്രം. യേശുവിന് ഒരു തിരി വെക്കണ്ട. യേശു വെളിച്ചമാ, ദൈവത്തിന്റെ മകത്വം. അപ്പൊ ഇരുട്ടിലിരുന്ന ജനം ഇപ്പം പുള്ളിക്ക് നെവരെ ഇരിക്കാൻ മേലല്ലോ. അത് ഒപ്പിച്ചേച്ച് പോയി ചൂടെ മുന്നോട്ട്. പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് അടുത്ത യോഗത്തിന് കുറച്ചുകൂടെ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ യെശയ്യാ പ്രവാചകൻ 9-ാം അധ്യായത്തിൽ ആത്മാവിൽ ദർശിച്ച് പ്രവചിച്ചു, യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രസംഗ പരമ്പര ഇവിടെ തുടങ്ങും. അത് സൂക്ഷം കർത്താവ് ഇവിടെ തുടങ്ങി. ഇരുട്ടിയിരുന്ന ജനം വലിയൊരു വെളിച്ചം, ജാതികളുടെ ഗലീല തുടങ്ങിയുള്ള ഏരിയ മുഴുവൻ പിടിക്കപ്പെടുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവചിച്ചയാളാണ് യെശയ്യാ പ്രവാചകൻ. മാത്രമാണോ നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾ. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ നീണ്ട പട്ടികയാ. അതെല്ലാം പ്രവചനക്കുന്ന് കയറി ആത്മാവിൽ ദർശിച്ച് അടുക്കടുക്കടുക്കടുക്കായിട്ട് പ്രവചിച്ചയാളാ യെശയ്യാ പ്രവാചകൻ. മാത്രമാണോ അവിടുത്തെ തിരുമരണം, അവിടുന്ന് എങ്ങനെ മരിക്കും, മരിച്ചു കഴിഞ്ഞ് അവിടുത്തെ എവിടെ അടക്കും, ആ അടക്കത്തിന്റെ ക്രമീകരണം, ഇതെല്ലാം ആത്മാവിൽ ദർശിച്ച ആളാണ് യെശയ്യാ പ്രവാചകൻ. മാത്രമാണോ അവിടുത്തെ ഉയർപ്പ്, സ്വർഗാരോഹണം, തിരിച്ചുള്ള വരവ്, അതിനുശേഷം ആമേ ഭാഗത്തേക്ക് പോകുന്നില്ല. നിങ്ങൾക്കറിയാം 1000 ആണ്ട് വാഴ്ച, 1000 വർഷം ദൈവമക്കളും കൂടെ ചേർന്ന് ഈ ഭൂമി ഭരിക്കും. അതുകൊണ്ടാണ് നമ്മളിൽ ഈ വചനത്തിൽ നല്ല തിട്ടമുള്ള ദൈവമക്കൾ ഈ 5 വർഷത്തെ ഭരണത്തിന് കടിപിടി കൂട്ടാത്തത് എൻ്റെ ഒരു കാരണം, നമ്മൾ 1000 വർഷം ഭരിക്കാൻ പോവുക. ആരോട് പറയാം? സ്തോത്രം. 1000 മത്സരങ്ങൾ ഭൂമിയെ, 1000 മത്സരങ്ങൾ ഭൂമിയെ അതിലടച്ചു, ആഴം അതിലടച്ചു, മുദ്ര വയ്ക്കും ക്രിസ്തുവേ ബേതലഹേം പട്ടണത്തിൽ യാതനേ, ബേതലഹേം പട്ടണത്തിൽ യാതനേ. ജ്ഞാനികൾക്കുള്ളിരിക്കും, ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ, ബേതലഹേം പട്ടണത്തിൽ യാതനേ. 1000 മത്സരങ്ങൾ ശത്രുവേ, 1000 മത്സരങ്ങൾ ശത്രുവേ പിടിച്ചാഴം അതിലടച്ചു, ആഴം അതിലടച്ചു, മുദ്ര വയ്ക്കും ക്രിസ്തുവേ ബേതലഹേം പട്ടണത്തിൽ യാതനേ. ഓ ബേതലഹേം പട്ടണത്തിൽ യാതനേ. ജ്ഞാനികൾക്കുള്ളിരിക്കും, ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ, ബേതലഹേം പട്ടണത്തിൽ യാതനേ. അപ്പൊ ശ്രദ്ധിക്കുക, 1000 കൊല്ലം ഈ ഭൂമിയിൽ ഒരു ഭരണമാണ്. അന്ന് അനർത്ഥവും ദോഷവും ഒന്നുമില്ല, അടിപിടിയില്ല, കത്തിക്കുത്തില്ല, അപവാദങ്ങളൊന്നുമില്ല, ആക്ഷേപങ്ങളില്ല, പാരയില്ല, ടോർപ്പിടോ ഇല്ല, പാട്ടുകാരൻ പറഞ്ഞ വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരവാശേഷം ഇല്ല, ഏഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടോരും ഇല്ല, ധാർഷ്ട്യക്കാരില്ല, നിഗളികളില്ല, ഭോഗപ്രിയരില്ല, ഏഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടോരും ഇല്ല, നാസിസം ഇല്ല, പാസിസം ഇല്ല, എത്തിസം ഇല്ല, പാന്തിസം ഇല്ല, കമ്മ്യൂണിസം ഇല്ല, ലീഗലിസം ഇല്ല, മോഡേണിസം ഇല്ല, കോൺഗ്രസ് ഇല്ല, കമ്മ്യൂണിസം ഒരു ഇല്ല, ഒരു വിശ്വാസവും ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പീര ഇടുമെന്ന് പറഞ്ഞല്ലോ. വേട്ടമല്ല പണ്ടൊരു പാട്ട് പാടി, ഇസങ്ങളി പാരില്ല ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ, ഇസങ്ങളി പാരില്ല ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ, ഇസങ്ങളി
പാരില്ല ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല ഏവരും സ്വൈര്യമായി വാഴുന്ന കാലമി ശാലമിൻ അനുഭവമാണ് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലമി ശാലമിൻ അപ്പൊ യാതൊരു അക്രമങ്ങളും അനീതികളും ഒരു പ്രശ്നവും ഇല്ല. 1000 ആണ്ട് വാഴ്ച 1000 ആണ്ട് വാഴ്ച ഒരു പ്രശ്നവും ഇല്ല. അതിനെ പ്രശ്നമൊന്നും ഇല്ലാത്ത അമ്മ പറയാമേ. അമ്മ ഓർക്കും ദയ്യമ്മയെ ഗ്രഹപ്പഴയ്ക്ക് ഫ്രണ്ട് കയറി അല്ല എൻ്റെ അമ്മയുടെ അമ്മയെ പോലെ അങ്ങ് കരുതുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. സ്തോത്രം. 1000 ആണ്ട് വാഴ്ചയിൽ ഇവിടെ യാതൊരു ദോഷവും ഇല്ലെന്ന്. കാരണം മോള് പറ ശൂശു ഒന്ന് വെക്കാതെ ഉറക്കം പറ. അതാ മിടുക്കി. എത്രയില്ല പഠിക്കുന്നത്? കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അതാ അതിൻ്റെ ആൻസർ. ഈ നാശക്കൊള്ളിയല്ല ഒപ്പിക്കുന്നവനെ പിടിച്ച് ബന്ധിച്ച് വെച്ചേക്കുക. 1000 ആണ്ടേക്ക് അനങ്ങി പോകരുതെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ നല്ല ഭരണമാണ്. പിന്നെയും പാട്ട് വരുന്നു. അല്ല ഈ പാട്ടിനകത്തെല്ലാം മെസ്സേജാണ്. അത് ബോധമുള്ളവർക്കറിയാം. വാളുകുന്തങ്ങൾക്കില്ല വയം കോഴുകളാക്കി ചാലു പോക്കാനാകുമായവ. 1000 ആണ്ട് വാഴ്ച. ആ വാളുകുന്തങ്ങൾക്കില്ല വയം കോഴുകളാക്കി ചാലു പോക്കാനാകുമായവ. 4 ദിക്കും സമാധാനം ചാലവേ പാരം നിരിക്കും. 4 ദിക്കും സമാധാനം ചാലവേ വാളടുക്കയില്ലാരുമേ ചേലുകടില്ലൊന്നിനുമേ. വാളടുക്കയില്ലാരുമേ ചേലുകടില്ലൊന്നിനുമേ. മോദമാതി മോദം മോദം വാഴ്ത്തകാലം സാദരമാണ്. ഓ മോദം ആദി മോദം മോദം വാഴ്ത്തകാലം സാദരം. ചുരുക്കി പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയിൽ മറ്റ് പ്രശ്നകലുഷിതമായ യാതൊരു ക്രമക്കേടുമില്ല. ആ 1000 ആണ്ട് വാഴ്ചയെ പറ്റിയും ആത്മാവിൽ കണ്ട് പ്രവചിച്ച ആളാണ് യെശയ്യാ പ്രവാചകൻ. ചുരുക്കി പറഞ്ഞാൽ നിത്യത ആ കാര്യവും യെശയ്യാവ് സൂചിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, അവിടുത്തെ തിരുജനനം, അവിടുത്തെ ഭക്ഷണക്രമം, അവിടുത്തെ യാത്ര, അവിടുത്തെ ശുശ്രൂഷ, അവിടുത്തെ ശുശ്രൂഷയുടെ വിധങ്ങൾ, അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ, അവിടുത്തെ തിരുമരണം, അവിടുത്തെ അടക്കം, അവിടുത്തെ ഉയർപ്പ്, അവിടുത്തെ സ്വർഗാരോഹണം ചെയ്തത്, തിരിച്ചുള്ള വരവ്, അവൻ 1000 ആണ്ട് വാഴ്ച എന്ന് വേണ്ട മുഴുവൻ അടുക്കടുക്കടുക്കായി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. അതുകൊണ്ടാണ് വേദപണ്ഡിതാക്കൾ ഇദ്ദേഹത്തിന് സുവിശേഷ പ്രവാചകൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഏത് മനുഷ്യനെയും രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, ഒരേ ഒരു മാർഗം യേശു ക്രിസ്തു മാത്രം. അതെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. സമയത്തെ ഞാൻ ഭയപ്പെടുന്നു. പാട്ടിന്റെ ശീല് പാടുമ്പോൾ ഓരോരുത്തർ പോകുന്നതായിട്ടും കാണുന്നു. അതിനാ പാട്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇന്ന് രാത്രി വായിച്ച തിരുവചനത്തിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാം. അങ്ങനെ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു വന്ന് 59-ാം അധ്യായത്തിൽ പറയുക, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി ഒരല്പസമയം നമ്മൾ ചിന്തിക്കാൻ പോകുക. കൃത്യം 10 മണിക്ക് യോഗം നിർത്തും, അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ 2 മിനിറ്റ് മുമ്പേ നിർത്താനായിരിക്കും സാധ്യത. അപ്പം ഇടയ്ക്ക് പാട്ട് പാടും. അന്നേരം അത്യാവശ്യമുള്ളവർ
പൊക്കോണം. അപ്പോൾ എനിക്ക് മനസ്സിലാകും അത്യാവശ്യക്കാരനാ പോകുന്നെന്ന്. അപ്പോൾ അത് നിങ്ങൾ സഹകരിച്ചോണം. ഇച്ചിരി നേരത്തെ നിർത്താൻ നോക്കാം, നടത്തിപ്പുകാരി അനുസരിക്കണമല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കർത്താവിന്റെ കൈ നമുക്ക് അനുകൂലമാകണമെന്ന്. അനുകൂലമാകണം. യെശയ്യാപ്രവചനം 58-ാം അധ്യായം ദൈവമക്കൾക്ക് പരിചിതമായ ഒരു അധ്യായം. സാധാരണ ഉപവാസ പ്രാർത്ഥനകളിലെല്ലാം അതിൽ നിന്ന് 2 വാക്യം ഉരുവിടുകയും ഒക്കുന്നെങ്കിൽ അതിൽ നിന്നൊരു വാക്യം എടുത്ത് ഇപ്പൊ അങ്ങനെ ഇന്നാളൊരുത്തം പറഞ്ഞ് പ്രസംഗിക്കുന്നല്ല പറഞ്ഞ് പാസ്റ്റ് 58 ഒരു കീച്ച് കീച്ചാൻ, ശുശ്രൂഷിക്കാനല്ല പറഞ്ഞ് പാസ്റ്റ് 58 എടുത്ത് ഒരു കീച്ച്. പിള്ളേരുടെ ഭാഷയാണ് അത്, ശുശ്രൂഷയ്ക്ക് കൊള്ളുകയല്ലേ. അപ്പൊ എന്തായാലും ഈ ഉപവാസ പ്രാർത്ഥനകളിൽ 58-ാം അധ്യായം യെശയ്യാവ് അതിലെ വാക്യങ്ങൾ ഉരുവിടാറുണ്ട്, ഉരുവിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവദാസന്മാർ അതിൽ നിന്ന് ശുശ്രൂഷിക്കാറുണ്ട്. കാരണം വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസവും വ്യവസ്ഥ തെറ്റിയുള്ള ഉപവാസവും 58-ലുണ്ട്. വിവരിക്കുന്നതിന് നമ്മുടെ വിഷയമല്ല. വ്യവസ്ഥ തെറ്റിയുള്ള ഉപവാസവും വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസവും. അന്യായ ബന്ധനങ്ങളെ അടിച്ച് നുകത്തിന്റെ അമിക്കീറുകളെ തകർത്ത് പീഡിതരെ സ്വതന്ത്രരായിട്ട് വിട്ടയച്ച് വിശക്കുന്നവന് ആഹാരം അപ്പം നുറുക്കി കൊടുക്കണം, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കണം. ഇങ്ങനൊക്കെ ക്രമീകരണമായി നൽകി ചെയ്താൽ അവൻ നിന്റെ കേട് പോക്കുന്നവനെന്ന പേരും തരും, നിന്റെ അന്ധകാരത്തെ പ്രകാശപൂരിതമാക്കും, നിന്റെ നീതി നിനക്ക് മുമ്പായിട്ട് നടക്കും, നിനക്കൊരു ദോഷവും വരികയല്ല. കടത്തി പറയാം, നിന്റെ സന്തതിക്കും ദോഷം വരികയല്ല. അതാണ് 58-ാം അധ്യായത്തിലെ വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസം. അങ്ങനെ 58-ൽ ഉപവാസത്തിന്റെ വ്യവസ്ഥ പറഞ്ഞ 59-ന്റെ പ്രാരംഭത്തിൽ പറയുക, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. ഇനി എന്റെ ശൈലി പറയുക, കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, 58-ാം അധ്യായത്തിലെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ജാഗരിക്കുന്ന ദൈവമക്കളോട് പറയുക, 58-ലെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന നീ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ, ആണ്ടുകളിൽ ഒരു വിടുതൽ കണ്ടില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടു പോകരുത്. നിന്റെ ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ കടത്തി പറയാം, പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന വ്യവസ്ഥ പ്രകാരം നിലനിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ഒരു വിടുതൽ നടന്നില്ലല്ലോ നോർത്ത് നിരാശപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി ഉറപ്പിച്ചും തറപ്പിച്ചും പറയുക, നീ പ്രാർത്ഥിക്കുന്ന നിന്നെ രക്ഷിച്ച് നിനക്ക് വേണ്ടി ജീവനെ തന്ന് രക്തം ചിന്തി വീണ്ടെടുത്ത ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി അദൃശ്യനാകുന്ന ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഇവിടെ വ്യാപരിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിന്റെ കൈ നമുക്ക് കാണാനൊക്കത്തില്ല, ഒന്നും കാണാനൊക്കുകയല്ല. ദൈവത്തെ ഒന്നും ആരും കണ്ടിട്ടില്ല. ദൈവത്തെ കണ്ടാൽ ഇവനോട് ഇരിക്കാനൊക്കുകയല്ലോ. സ്തോത്രം. പക്ഷേ ഞാൻ ഇന്നാളെ ദൈവത്തെ കണ്ടു. അങ്ങനെ ആരേലും ഉണ്ടെന്ന് എഴുന്നേണ്ടിരിക്കും. ഏതാണ്? ദൈവത്തെ ഒന്നും ആരും കണ്ടിട്ടില്ല. ഇതാ ദൈവം എന്നും പറഞ്ഞ് വരച്ചൊന്നും വെച്ചേക്കുകയും ചെയ്യരുത്. സ്തോത്രം. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. സ്തോത്രം. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അവിടുത്തെ നമ്മൾ രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ ദൈവം. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിതപദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. അതാ ദൈവം. അതിന്റെ മുകളിൽ 4 വരിയുണ്ട്, സാറ് കൊടുത്തിരിക്കുന്നതാ. യാതൊരു കാലത്തെയാണതിയായി നിർദ്ദേശിപ്പതിന് ആയതിനറിയില്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാഭനായി നിന്ന മഹാനീതി നീരതിക ഞാൻ ആദരാൽ വന്ദിക്കുന്നേ. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. സകല ഭൂതമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പഞ്ചഭൂതമാണ്, അല്ലാതെ വ്യായന്റെ കാര്യമല്ല.
സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ സകല ദേവവൃന്ദവാന്തിതവതാംബുജൻ സകല നികലതം പേറും പെരിയവൻ. അതാ ദൈവം. സ്തോത്രം, സ്തോത്രം. എനിക്കതൊക്കെ അങ്ങ് ചൊല്ലി പ്രസംഗിച്ചാൽ കൊള്ളാന്നുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ ചൊല്ലിയാൽ നിങ്ങൾ പറയും എല്ലാം ബന്ധനങ്ങളാ. ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. എന്തായാലും കൊള്ളാം. സർവജ്ഞനായ ദൈവം, നിത്യനായ ദൈവം, ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതെ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചെറിയൊരു ചിന്താ വിഷയം, ദൈവത്തിന്റെ കൈ വന്നാൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനമേറ്റാൽ എന്തൊക്കെ നടക്കും. ഇന്ന് രാത്രി അദൃശ്യനാകുന്ന ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഇവിടെ വെളിപ്പെടണം. പുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, ചെങ്കടൽ തീരത്ത് വന്ന് ഇസ്രായേൽ മക്കൾ നിൽക്കുക. മുൻപ് ചെങ്കടൽ, പുറകിൽ വലിയ സൈന്യം. ഇസ്രായേൽ മക്കള് ഫറവോന്റെ രഥത്തിന്റെ കൊടിക്കൂറ കണ്ട് പേടിച്ച് ഫറവോൻ അടുത്ത് വരിക. 600 സെലക്റ്റഡ് ഇരുമ്പ് രഥങ്ങളും പിന്നെ അസംഖ്യം, അതെല്ലാം കൂടായിട്ട് പാഞ്ഞു വരുന്ന കാഴ്ച കണ്ട് ഇവർ പേടിച്ച്. ഇരുവശവും പർവ്വതം, മുൻപിൽ ചെങ്കടൽ. ആകെ പ്രയാസപ്പെട്ട് ജനമെല്ലാം കൂടെ പിറുപിറുക്കുക, നിലവിളിക്കുക. അപ്പൊ മോശയാകെ പ്രയാസപ്പെട്ട തമ്പുരാൻ മോശയോട് പറഞ്ഞു, നീ അവരോട് മിണ്ടാതിരിക്കാൻ പറ. ഈ വിശ്വാസവും പ്രത്യാശയില്ലാത്തവനെല്ലാം ചുമ്മാ എഴുന്നേറ്റ് ആവശ്യമില്ലാത്തതൊന്നും പറയട്ടെ, മിണ്ടാതിരിക്കുക. തമ്പുരാനൊരു പരിപാടി പറഞ്ഞു. നിങ്ങൾക്കറിയാം, നിന്റെ കയ്യിൽ എന്തുകൊണ്ട് വടിയെടുത്ത് ചെങ്കടൽ നീട്ടാൻ പറഞ്ഞു. മോശ വടിയെടുത്ത് ചെങ്കടൽ. ഞാൻ എപ്പോഴും പ്രസംഗിച്ചും പറയും, ഈ വിശ്വാസമില്ലാത്തവനും പ്രത്യാശയില്ലാത്തവനും ദൈവത്തെ അനുഭവിക്കാത്തവനും രുചിക്കാത്തവൻ മോശ, എൻ്റെ ഭാഷയാണ്, മോശ വടിയെടുത്ത് നീട്ടുമ്പം വിശ്വാസമില്ലാത്തവൻ സഭയിലുണ്ട് പറയും, ഇയാൾ ഈ വ്യാജ് പിടിക്കാൻ വരുമ്പം ഉണക്കക്കമ്പുമായിട്ട് ഇങ്ങനെ. നമ്മുടെ കമ്മിറ്റിക്കാർ വല്ലവരുണ്ട് പറയാം, എടേ ആ കമ്പെടുത്ത് അയാളുടെ തലക്കിട്ടൊന്ന്. മനുഷ്യനെല്ലാം ജാകാൻ പോവുക, മുൻപ് ചെങ്കടലും ജാജ് പുറകെ വരുന്നു. അന്നേരം ഇയാൾ ഉണക്കക്കമ്പുമായിട്ട് സൂക്ഷം. നമ്മൾ വല്ലവരുണ്ടായിരുന്ന കമ്പെടുത്ത് അയാളുടെ തലയടിച്ച് നിങ്ങൾ അപ്പുറം ചെയ്യും. ആ നോട്ടം ഇരുമ്പ് കാണുമ്പോൾ അറിയാം. പക്ഷെ മോശ ദൈവം പറഞ്ഞതുപോലെ വടിയെടുത്ത് ചെങ്കടലുമേൽ നീട്ടി. ദൈവം തമ്പുരാൻ അന്ന് രാത്രി കാറ്റടിപ്പിച്ചു. ഈ സംഭവത്തെ പറ്റി നിങ്ങൾക്കറിയാം, യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് 63-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുക, മോശയുടെ വലങ്കയ്ക്ക് മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം അങ്ങോട്ട് വെളിപ്പെട്ടു. അങ്ങനെയല്ലേ 63:12 വായിച്ചു. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി. മതി. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി. അവൻ വിശ്വാസമില്ലാത്തവൻ നോക്കുമ്പോൾ ഒരു വല്യപ്പൻ ഉണക്കക്കമ്പം പിടിച്ചോണ്ട് നിൽക്കുക. പക്ഷേ വിശ്വാസമുള്ളവൻ, ദൈവത്തെ ഭജിക്കുന്നവൻ നോക്കുമ്പോൾ വല്യപ്പൻ ഉണക്കക്കമ്പ് പിടിച്ച് നിൽക്കുന്നെങ്കിൽ അതിന്റെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം വെളിപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, നീ ഒറ്റയ്ക്കായിരിക്കും നിന്റെ വീട്ടിൽ കൈപൊക്കി പ്രാർത്ഥിക്കുന്നത്. നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൈയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. സഭയ്ക്കകത്ത് 2-3 പേരെ ഉള്ളായിരിക്കും കരമുയർത്തി പ്രാർത്ഥിക്കാൻ മതി. ആ 2-3 പേരുടെ കരത്തിന് മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. ദേശം വിടിവിക്കപ്പെടുവാൻ അവിടങ്ങളിൽ ഇരുന്ന് 1-2 പേര് കരമുയർത്തി ജാഗരിക്കും. നിരാശപ്പെട്ടു പോകരുത്. നിങ്ങളുടെ കരത്തിന് മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. നീട്ടിയാത്രക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന മാതാക്കളോടും പിതാക്കന്മാരോടും സഹോദരി സഹോദരന്മാരോട് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവദാസൻ എന്നുള്ള നിലയിൽ ഇന്ന് രാത്രി വചനത്തിന് ഉറപ്പിക്കാം, നിന്റെ കൈയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. ഞാൻ
പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ. 1-2 ദിവസമായിട്ട് കഫത്തിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആവിയൊക്കെ പിടിച്ച് അതിന്റെ പരുവത്തിനാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന അത്യാവശ്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കർത്താവിന്റെ കൈ നമുക്ക് അനുകൂലമാകണമെന്ന്. ആർക്കും താല്പര്യമില്ല കർത്താവിന്റെ കൈ പ്രതികൂലമാകാൻ. പ്രവാസ സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുന്ന പ്രിയപ്പെട്ടവര് പറയുന്നൊരു പദമുണ്ട്. എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ അവർ പറയുന്ന അഹവാറ്റിന്റെ അരികത്ത് വെച്ച് ഉപവാസമൊക്കെ പ്രസിദ്ധം ചെയ്തപ്പോൾ അവർ പറയുന്നൊരു പദമുണ്ട്. വായിച്ച 8-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഒരു പ്രയോഗം വിശേഷമായിട്ട് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വായിക്കാം. 8:21. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനു വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവാറ്റിനരികത്ത് വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. അടുത്ത വാക്യം. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ, ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും. ഇതാണ് കരത്തിന്റെ വിശേഷത. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കെല്ലാം ഈ കൈ അനുകൂലമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവത്തെ സേവിക്ക്, ദൈവത്തെ ഭജിക്ക്, ദൈവത്തെ ആരാധിക്ക്, ദൈവസന്നിധി സമർപ്പിക്ക്. സത്യദൈവവും നിത്യദൈവവും ഏകദൈവവും സാക്ഷാൽ ദൈവമാകുന്ന യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ സമർപ്പിക്ക്. അവിടുത്തെ കൈ നിനക്ക് അനുകൂലമാണ്. ദൈവം അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരെന്നാ? അതൊരു ചോദ്യചിഹ്നമിട്ട ആരുമില്ല. പ്രതികൂലം ദൈവം അനുകൂലമാണ്. അപ്പോൾ അന്വേഷിക്കുന്ന ഏവർക്കും അവിടുത്തെ കരം അനുകൂലമാണ്. എന്നാൽ അവിടുത്തെ ഉപേക്ഷിക്കുന്ന, ത്യജിക്കുന്ന, തള്ളിക്കളയുന്നവർക്ക് ഈ കൈ പ്രതികൂലമായിട്ട് വരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആർക്കും ഈ കരം പ്രതികൂലമാകരുത്. ഇവിടെ കൂടപ്പെട്ടവർക്കും കേൾക്കുന്നവർക്കെല്ലാം അവിടുത്തെ തിരുക്കരം അനുകൂലമായിട്ടിരിക്കട്ടെ. എന്താ അവിടുത്തെ കരത്തിന്റെ പ്രത്യേകത? ആ പ്രത്യേകതയെ പറ്റി അലങ്കാര ഭാഷയിലെ ഉപമകളും ഉപമാനങ്ങളും ഒക്കെ ആയിട്ടാ ഉത്തമഗീതത്തിലെ പല വാക്യങ്ങൾ. അതങ്ങനെ വ്യാഖ്യാനിച്ച് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ അംഗപ്രത്യംഗ വർണ്ണന വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാന ശാസ്ത്രം ആ വിധത്തിലാണ് കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ അവിടുത്തെ കരത്തിന്റെ വിശേഷതയെ പറ്റി ഒരു പ്രയോഗമുണ്ട്. വായിച്ചേ. നിങ്ങൾ ആരെയും ചടികടാന്ന് വാക്യം വന്ന് വായിച്ചു തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അച്ചായൻ അവിടെ വെളിച്ചത്തിന്റെ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. 5:14 വലത്ത് വശത്ത് മേളിലാമേ. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. മതി. ഈ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം ഒറ്റപ്പാക്കിൽ പറഞ്ഞാൽ ഇടയച്ചെറുക്കനാകുന്ന, പ്രേമസ്വരൂപനാകുന്ന, മണവാളനാകുന്ന ഇടയച്ചെറുക്കനാകുന്ന ഇടയച്ചെറുക്കന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ്. അത് യേശുക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുക. 5-ാം അധ്യായത്തിന്റെ 10 മുതൽ വായിച്ചേ. അത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. വായിച്ചേ. അമ്മാമയ്ക്ക് ആ മൈക്കൊന്ന് ചായച്ചു കൊടുത്തര്. അവന്റെ ശിരസെ അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. നമ്മുടെ ആള് തന്നെയല്ലേ? അല്ല, ഇടയ്ക്കിടയ്ക്ക് മൈക്ക് ഒന്ന് മുട്ടുന്ന വേറെ വല്ല തള്ളയാന്ന്. വായിച്ചോ. അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും മതി എന്റെ പൊന്നച്ചോ, മതി. എന്നാലും വായിച്ചു തന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. അപ്പോൾ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ ഇടയച്ചെറുക്കനാകുന്ന യേശുക്രിസ്തുവിന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ്. എന്ന് പറഞ്ഞാൽ തലമുടി മുതല്, എന്റെ ഭാഷ പറഞ്ഞ നഖം വരെ അങ്ങോട്ട് വർണ്ണിക്കുക. വർണ്ണിക്കാൻ കൊള്ളാവുന്നവനാ യേശു.
ഇതുപോലെ യോഗ്യനായ, ശ്രേഷ്ഠനായ, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള വേറൊരുത്തൻ ഇല്ല, ഉണ്ടായിട്ടുമില്ല, ഇനി എങ്ങും ഉണ്ടാകുകയില്ല. സ്തോത്രം. നല്ല ലക്ഷണമൊത്തവനാ ക്രിസ്തു. TKS പാടിയ പാട്ടുണ്ടല്ലോ, ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി, ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി, ഇന്നോളം ഒരാൾ വന്നില്ലതുപോൽ തന്നവതാരം നിസ്തുലം, ഇന്നോളം ഒരാൾ വന്നില്ലതുപോൽ തന്നവതാരം നിസ്തുലം. ഓയെന്തോർ അത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. എന്തോർ അത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. ഇത്ര പ്രകാരയുക്തവനാകും ഒരുത്തനെ ഉലകിൽ കാണുന്നു, ഇത്ര പ്രകാരയുക്തവനാകും ഒരുത്തനെ ഉലകിൽ കാണുന്നു. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. കലശലേശം കാണുന്നില്ലീ മനുജനിലം നുരജയെഴുതുതാൻ, കലശലേശം കാണുന്നില്ലീ മനുജനിലം നുരജയെഴുതുതാൻ. മരണമതി വിധിയെഴുതിയവനെ പ്രതിമാത്രം ഭൂമിയത്ഭുതം, മരണമതി വിധിയെഴുതിയവനെ പ്രതിമാത്രം ഭൂമിയത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഇതുപോലെ ശ്രേഷ്ഠനായ, യോഗ്യനായ, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള, പാപം ചെയ്യാത്ത, പാപമില്ലാത്ത, പാപവേശാത്ത പരമവിശുദ്ധൻ വേറെ ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. അവൻ TKS വേറൊരു പാട്ടി പറഞ്ഞിട്ടുണ്ട്, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ വേറെ ആരുമില്ല. അവനെ ശരണമാക്കിയാലാണ് നമ്മുടെ ഭാഗ്യം. നീ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതാ നിന്റെ ഭാഗ്യം. നീ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ നിന്റെ ഭാഗ്യം. ക്രിസ്തു ഈ ഭവനത്തിന്റെ നായകനായതാ നിന്റെ കുടുംബത്തിന്റെ രക്ഷ. പ്രൈസ് ദ ലോർഡ്. ഇതുപോലെ ശ്രേഷ്ഠൻ. അതെ, സബ്ജക്റ്റ് അതല്ലാത്തത് കൊണ്ട് അധികം നിൽക്കുന്നില്ല. അപ്പോൾ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ആ ഇടയച്ചെറുക്കന്റെ അംഗപ്രത്യംഗ വർണ്ണനയാ. 10-ാം വാക്യം മുതൽ. അമ്മാമേ 10-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ. ഒരു കാര്യം, ഏതല്ല അമ്മാമയല്ലേ വായിക്കാൻ, അച്ഛമ്മയ്ക്ക് അത് ഉരിഞ്ഞെടുത്തേ, അതിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയ തള്ളയുടെ മോന്തൊക്കെ എങ്ങനെ കൊണ്ടെങ്കിൽ പിന്നെ ഊരിക്കോ അച്ഛാ. അങ്ങനെ തന്നെ. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ എന്ന് പറഞ്ഞ വെണ്മയും ചുമപ്പും കൂടെ ഇടകലർന്നാൽ അത് വർണ്ണിക്കാനൊന്നും ഒക്കത്തില്ല. ലോകത്തിൽ ഒരുത്തനും അവിടുത്തെ വർണ്ണിച്ചാൽ ഒക്കത്തില്ല. ഒരു നേവ് കൊണ്ടും വർണ്ണിച്ചാലും ശരിയാകത്തില്ല. ഇതുപോലെ ശ്രേഷ്ഠനായ, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള ഒരുവൻ ഇല്ല. എന്തായാലും നിങ്ങൾ രണ്ടും ഈ യോഗത്തിന് വന്നത് ഗുണമായി. ഇല്ല ഞാൻ കുഴഞ്ഞേനെ. ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ടുപേരും അടുത്തടുത്ത് ഇരിക്കാനും ഒത്ത് അത് വായിക്കാനും ഒത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, ആ 5-ാം അധ്യായത്തിന്റെ 10 മുതൽ അംഗപ്രത്യംഗ വർണ്ണനയാ. അങ്ങനെ വർണ്ണിച്ചു വരുമ്പോൾ അവിടുത്തെ തിരുക്കരത്തെ പറ്റിയുള്ള പദമാ 14-ാമത്തെ വാക്യം. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കൈകളിൽ നോക്കിയപ്പോൾ 2 ലോഹങ്ങൾ പതിച്ചിരിക്കുന്നു. ഒന്ന് ഗോമേതകം, 2 സ്വർണം. വേല പഠിതാക്കളിൽ ചിലര് പറയുന്നത് ഒരു കൈ ഗോമേതകവും മറ്റേ കൈ സ്വർണമാണ്.
എല്ലായിടത്തും കണ്ണനം ഉണ്ടല്ലോ. അപ്പം വേറെ ആൾക്കാർ കണ്ണിച്ചത് അങ്ങനല്ല. മുട്ടിന് കീപ്പോട്ട് ഗോമേതകോ, മുട്ടിന് മേപ്പോട്ട് സ്വർണം. നമ്മളിപ്പോ കണ്ണിക്കുകയും തർക്കിക്കുകയും വേണ്ട. എന്തായാലും അവിടുത്തെ കരത്തിൽ 2 ലോഹങ്ങളാണ്. ഒന്ന് ഗോമേതകം, 2 സ്വർണം. ഈ 2 ലോഹങ്ങൾ ഞാൻ വേറെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലായി പറയുന്നത്. ഈ 2 ലോഹങ്ങൾ വേറെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ 2 വിഷയത്തെ കാണിക്കുന്നു. സ്വർണോ ഗോമേതകോ. അതിൽ സ്വർണം രാജത്വത്തെ കാണിക്കുക. സ്വർണം നിങ്ങൾക്ക് പലർക്കും അറിയാം, രാജത്വം. അതാണല്ലോ അവിടുത്തെ തിരുപ്പറവിയുടെ സമയത്ത് കിടക്കുന്ന അല്ല വിദ്വാന്മാര് വന്നപ്പോൾ കൊണ്ടുവച്ച് കാഴ്ചവെച്ച 3 കാഴ്ചവസ്തുക്കളാ. എന്തോ മോളെ മോനെ എന്തോ അവിടെ കൊണ്ടുവച്ച് എടേ യേശു മരിച്ചപ്പോൾ അവിടെ ജനിച്ചപ്പം അവിടെ കൊണ്ട് വിദ്വാന്മാർ കൊണ്ട് 3 സാധനങ്ങൾ അവനോടല്ലേ ചോദിച്ചു. അമ്മ ഉറക്കെ പറഞ്ഞു. പൊന്ന്, മൂര്, കുന്തിരിക്കം. പണ്ട് പേരൊന്നും ഞാൻ പറഞ്ഞില്ല. പണ്ടൊരു ഉപദേശി പുള്ളി വ്യാഖ്യാനിച്ചതാ. നമ്മളുമൊക്കെ തെറ്റുന്നുണ്ട്, ഒത്തിരി മിക്കതും തെറ്റാ. പിന്നെ പോഷത്വം കൊണ്ട് അങ്ങ് ദൈവം അത്ഭുതം ചെയ്യുന്നതാണ്. പണ്ട് ഒരു ഉപദേശി പറഞ്ഞു പോലും ഈ 3 കാര്യം കൊണ്ട് കാഴ്ച വെച്ചത് പൊന്ന്, മൂര്, കുന്തിരിക്കം. പൊന്ന് ഈ ഔസേപ്പ് പിതാവ് ഈ അമ്മയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയും വലിയ ബത്തപ്പാടല്ലേ, പ്രസവമൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ ഒത്തിരി ചിലവുണ്ട്. അതിന് ആ പൊന്ന് കൊണ്ട് വെച്ചത് പണയം വെക്കോ വിൽക്കോ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം നടത്തണ്ട. പിന്നെ മൂര്, അത് പ്രസവരക്ഷ. പണ്ട് അങ്ങനെയാണല്ലോ, അമ്മമാരൊക്കെ ചെയ്യുമല്ലോ. ലേഖ്യം അരിഷ്ടമൊക്കെ കൊടുക്കും, അങ്ങാടിപ്പൊടിയൊക്കെ കൊടുക്കും. ഞങ്ങളുടെ വല്യമ്മച്ചിയൊക്കെ പറഞ്ഞ് കേട്ടുണ്ട്. ചൂടിയോറിനകത്ത് മഞ്ഞപ്പൊടി മെതറി ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചങ്ങ് കൊടുക്കുകയുള്ളൂ, വെള്ളം പോലും കൊടുക്കുകയല്ല. അത് പ്രസവരക്ഷയ്ക്കായിരുന്നു മൂര് കൊണ്ട് കൊടുത്തണ. പിന്നെ കുന്തിരിക്കം, അത് ഈ കന്നാലിക്കൂട്ടിലെ പ്രസവം കിടപ്പായതുകൊണ്ട് കൊതുകിൻ്റെ ശല്യം കണ്ടമാനം ഉണ്ടായിരുന്നു. അതിന് കുന്തിരിക്കം എല്ലാം പുകച്ച് പുള്ളിയുടെ വ്യാഖ്യാനമാണ്. അത് നമുക്ക് അങ്ങ് വിട്ടേക്ക. എന്നാലും ഈ പൊന്ന്, മൂര്, കുന്തിരിക്കം, അവിടുന്ന് രാജാവാണ്, അവിടുന്ന് പ്രവാചകനാണ്, അവിടുന്ന് പുരോഹിതനാണ്. അപ്പോൾ പൊന്ന് കൊണ്ട് വെച്ചതിന്റെ കാര്യം അവിടുത്തെ രാജാവാ. ഒന്ന് മകർന്നിന്നൂക്കൽ പറ്റിയോടെ പൊന്ന്, മൂര്, കുന്തിരിക്കം കാഴ്ച വച്ചു. ഒന്നു മകർന്നിന്നൂക്കൽ പറ്റിയോടെ പൊന്ന്, മൂര്, കുന്തിരിക്കം കാഴ്ച വച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ സന്നമിച്ചു ഘോഷിക്കുന്നിതാ നിജംഗമായി സിയോൻ മണവാളനെ. ശ്രീനരപതിയെ സിയോൻ മണവാളനെ. പാത്രമായ ലോകം ആകെയും ധരിപ്പതിനായി കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ. ശ്രീനരപതിയെ സിയോൻ മണവാളനെ. സിയോൻ മണവാളനെ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. അവിടുന്ന് രാജാവാ. അപ്പൊ ആ വ്യാഖ്യാനം 2 ലോഹങ്ങൾ പതിപ്പിച്ചിരിക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ പീര ഇടുമ്പോ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ശ്രദ്ധിച്ചേ, പൊന്ന് അവിടുത്തെ രാജത്വത്തെ കാണിക്കുന്നതാ. ഒന്നുകൂടെ വ്യാഖ്യാനിച്ച് പറഞ്ഞാൽ പൊന്ന് അനുഗ്രഹത്തെ കാണിക്കുന്നതാ, അത് വിടുതലിനെ കാണിക്കുന്നതാ. 2 ലോകങ്ങൾ പതിച്ചിരിക്കുന്നു. ഒന്ന് പൊന്ന്, 2 ഗോമേതകം. ഈ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ചാൽ ഗോമേതകം ന്യായവതിയെ കാണിക്കുന്നതാ. കാരണം ലേവ്യ പുസ്തകവും പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ആ ക്രമപ്രകാരം നിൽക്കുന്ന പുരോഹിതൻ, മഹാപുരോഹിതൻ, ആ മഹാപുരോഹിതന്റെ മാർപ്പതക്കത്തിൽ 12 കല്ലുകളുണ്ട്. അതിലൊരു കല്ലാണ് ഗോമേതകം. ആ 12 കല്ലും 12 ഗോത്രങ്ങളെ വഹിക്കുന്നു. അതിലൊരു കല്ലാണ് ഗോമേതക കല്ല്. ആ ഗോമേതകം ദാൻ ഗോത്രത്തിന് നിഴലാണ്. ദാൻ ഗോത്രത്തെ പറ്റി പഠിക്കുമ്പോൾ അത് ന്യായവതിയെ കാണിക്കുന്നു. അതാണല്ലോ ഗോത്രപിതാവാകുന്ന യാക്കോബ് മരണവക്കത്രത്തിൽ അകപ്പെട്ട സമയത്ത് മരിക്കുന്നതിന് മുമ്പ് തന്റെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ വിളിച്ചുകൂട്ടി ഭാവികാലം സംബന്ധിച്ച്
പ്രവചനാത്മാവിൽ ദൂത് പറയുമ്പോൾ പറയുന്ന പദമുണ്ട്. ആ പദം ഇങ്ങനെ: ദാൻ വടികളൊരു പാമ്പും അവൻ പേറുകളൊരു സർപ്പം, അവൻ കുതിരകളുടെ കുതികാലിൽ കയറി കടിക്കും. കുതിരപ്പുറത്തിരിക്കുന്നവൻ മലർന്ന് താഴെയും കിടക്കുമെന്ന്. അപ്പൊ ചുരുക്കി കുതിരപ്പുറത്തിരിക്കുന്നവൻ താഴെ പോവേ. വായിച്ച പുസ്തകത്തിൽ നിന്നാ വായിച്ച അമ്മാമെ കൊണ്ട് വായിപ്പിക്കും. 49:17 ഉൽപ്പത്തി എടുക്കമ്മേ. പിന്നെ പെട്ടെന്ന് വായി. അത് തന്നെ. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകുന്നു. വായിച്ചോ. അവൻ കുതിരയുടെ കുതികാൽ കുടിക്കും. അവൻ കുതിരയുടെ കുതികാലിന് കയറി കടിക്കും. പുറത്ത് കയറിയവൻ മലർന്നു വീഴും. കുതിരപ്പുറത്തിരിക്കുന്നവൻ മലർന്നു വീഴും. അന്നേരം കുതിരപ്പുറത്തിരിക്കുന്ന പുള്ളിയോട് അയാൾ മലർന്ന് വീഴാൻ കഴിക്കുക. അങ്ങനല്ല അച്ഛാ, ഒന്നുകൂടെ വായിച്ച ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരരുത്. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പമാ. അവൻ കുതിരയുടെ കുതികാലിന് കയറി കടിക്കും. പുറത്ത് കയറിയവൻ മലർന്നു വീഴും. കുതിരപ്പുറത്തിരിക്കുന്ന പുള്ളി മലർന്നു വീഴും. അതുകൊണ്ട് ദോഷം ഒന്നും ഒപ്പിച്ച് വെക്കരുത്. എന്തായാലും കൊള്ളാം, ദാൻ ഗോത്രം ന്യായവധിക്ക് നിഴലായിട്ട് നിൽക്കുക. അപ്പോൾ ദാൻ ഗോത്രത്തിന് വധിക്കുന്നതാണ് ഗോമേതക കല്ല്. ആ ഗോമേതകം അഹരോന്റെ മാർപ്പതക്കത്തിലിരിക്കുക. അപ്പോൾ ഗോമേതകൻ ന്യായവധിയെ കാണിക്കുന്നു, സ്വർണം രാജത്വത്തെ കാണിക്കുന്നു. ഇന്ന് രാത്രി നമ്മോട് ബന്ധപ്പെട്ട് പഠിച്ചാൽ അവിടുത്തെ തിരുക്കരത്തിന്റെ പ്രത്യേകത ഗോമേതകവും സ്വർണവുമുണ്ട്. ഇങ്ങനെ വ്യാഖ്യാനിച്ചു: അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. എന്നാൽ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവിക ശുശ്രൂഷയോടും സുവിശേഷത്തോട് സുവിശേഷ പ്രസംഗത്തോട് സുവിശേഷത്തിന്റെ സത്യങ്ങളോട് മറുത്ത് മത്സരിക്കുന്നവർക്ക് ഈ കരം ന്യായവധിയുടെ കരമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആർക്കും ഇത് ന്യായവധിയുടെ കരമായി വെളിപ്പെടരുത്. ഇന്ന് രാത്രിയിലും തുടർന്നുള്ള ദിനങ്ങളിലും ഇത് അനുഗ്രഹത്തിന്റെ കരമായി വെളിപ്പെടണം. അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ഇത് അനുഗ്രഹത്തിന്റെ കരമാ. രക്ഷിക്കപ്പെടുന്ന നിനക്ക് അനുഗ്രഹത്തിന്റെ കരമാ. സ്നാനപ്പെടുന്ന നിനക്ക് ഇത് അനുഗ്രഹത്തിന്റെ കരമാ. ആത്മസ്നാനം പ്രാപിക്കുന്ന നിനക്ക് ഇത് അനുഗ്രഹത്തിന്റെ കരമാ. വേർപാട് പാലിക്കുന്ന നിനക്ക് നിന്റെ കുടുംബത്തിനും ഈ കരം അനുഗ്രഹത്തിന്റെ കരമാ. അനുസരിക്കുന്ന ദൈവമക്കൾക്ക് അവിടുത്തെ തിരുക്കരം അനുഗ്രഹത്തിന്റെ കരമാ. എതിർക്കുന്ന മറുത്ത് മത്സരിക്കുന്നവന് ഈ കരം ന്യായവധിയുടെ കരമാണ്. തെളിവുകൾ ഒത്തിരി ഉണ്ട്. ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ ദീർഘവർഷങ്ങൾ അടിമകളായി ഒടുവിൽ ഇവരെ പുറപ്പെടുവിക്കുക മോശയുടെ നേതൃത്വത്തിൽ. മോശ ഫറവോനോട് ചെന്ന് ജനത്തെ വിട്ടുതരാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്താ? ഇങ്ങനെ വിടുകയല്ല, ഇങ്ങനെ ഓരോ ഒഴികടവ് പറയുക, ദൂരോട്ടൊന്നും പോകരുത്. പിന്നെ പെണ്ണുങ്ങളെ ആരെയും കൊണ്ടുപോകരുത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ യോഗത്തിന് പെണ്ണുങ്ങളില്ലെങ്കിൽ ഒരു സ്തോത്രം പറയാനും ഗ്ലോറി ഒന്ന് ഇളകാനും ഒക്കെ ഇതുങ്ങളുണ്ടേലേ. പിന്നെ തൂങ്ങിയിരിക്കുന്ന അമ്മാമ്മ എന്തെങ്കിലും ഗ്ലോറി എന്ന് പറയുമ്പം നിങ്ങളില്ലാത്തൊരു യോഗമല്ല. പിന്നെ ഭക്തരുടെ യോഗം ശക്തിയേറും ദൈവത്തിൻ കുടുംബം. ഭക്തരുടെ യോഗം ശക്തിയേറും ദൈവത്തിൻ കുടുംബം. ആദാൽ കർത്തൃമേയോടാനെയും നേരമുള്ളിൽ കുംഭം വാഴും നിർമ്മല ഹൃദയന്മാർ ദൈവം നല്ലവനോടു വാദം. നിർമ്മല ഹൃദയന്മാർ
നിന്റെ യോഗം എനിക്കിമ്പം ശക്തി കേറും ദൈവത്തിൻ കുടുംബം. അപ്പോൾ പറവോൻ ഒത്തിരി ഒഴിവ് കഴിവ് പറഞ്ഞു, ഒത്തിരി ദൂരോട്ടൊന്നും പോകരുത്. അന്നേരം പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് ദൂരെ പോയി വേണം, 3 ദിവസത്തെ വഴി. അപ്പം പറഞ്ഞു, പെണ്ണുങ്ങളെ ആര്? അയ്യോ അതൊട്ട് വെക്കുന്ന കേസേ അല്ലെന്ന് പറഞ്ഞു. ഒരു വാക്യം വായിച്ചു തരാനാന്നേലും, ഒരു ഗ്ലോറി പറയാനാന്നേലും, യോഗത്തിന് നേരത്തെ വരാനാന്നേലും ഒക്കെ ഇതുങ്ങളെ ഒക്കെ സ്തോത്രം. അന്നേരം പറഞ്ഞ് കന്നാലി ഒന്നും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അയ്യോ അത് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. കണ്ടിക്കാത്ത ഒറ്റ യോഗം ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ ഏട്ടക്കൂരി അല്ലേ മൂരിക്കാള. ഏത് മാസയോഗത്തിനും ഒന്നിനെ ഞങ്ങൾ പിന്നെ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. ഒത്തിരി ഒഴിവ് കഴിവ് പറഞ്ഞു, ജനത്തെ വിടുന്നില്ല. അപ്പോൾ മോശ ദൈവത്തോട് ഈ പരാതി പറഞ്ഞ തമ്പുരാൻ പറഞ്ഞ ബാധ അയക്കാൻ പോകാം. അങ്ങനെ ബാധ അങ്ങോട്ട് അയച്ച് ചുരുക്കി പറഞ്ഞാൽ ഓരോ ബാധയ്ക്കും പുള്ളി ഹൃദയം അങ്ങ് കടുപ്പിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് വന്നൊരു ബാധയാണ്. മോശയോട് ദൈവം പറഞ്ഞ് നിലത്തെ പൊടി അടിക്കാൻ പറഞ്ഞു. ആ പൊടിക്കിട്ടൊരു അടിയടിച്ചപ്പോൾ നിലത്തെ പൊടി മുഴുവൻ പേൻ 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 അറിയത്തില്ലേ? കൊള്ള ഇരുന്ന് ചോറഞ്ഞ്. ഇപ്പൊ ആർക്കും പേനൊന്നും അറിയാം? അറിയത്തില്ല? മാന്തി. അപ്പൊ നിലത്തെ പൊടി ക്ഷണത്തിൽ പേനായി തീർന്നു. ആ പേൻ അങ്ങോട്ട് വർദ്ധിച്ചപ്പോൾ മൃഗത്തിന്റെയും മനുഷ്യരുടെയും ദേഹത്ത് മുഴുവൻ പേൻ. അപ്പൊ പേനെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കാൻ നോക്കി. അടുത്ത വാക്യം കഴിഞ്ഞില്ല. അപ്പൊ ഈ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കാനൊക്കെ നോക്കി. ഇപ്പൊ അങ്ങനെ പലയിടത്തും നോക്കുന്നുണ്ടല്ലോ. ഇതുപോലെ പറഞ്ഞ് മറുഭാഷ പറയാൻ നോക്കുന്നു, ഇതുപോലെ യോഗം നടത്താൻ നോക്കുന്നു, ഇതുപോലെ ഇപ്പം പാട്ടുമൊക്കെ പാടി നോക്കുന്നു, കരങ്ങൾ വീശി വീശി ഒക്കെ എല്ലാം നോക്കുക. പണ്ട് നമ്മൾ ഹല്ലേലൂയ പറഞ്ഞപ്പോൾ കളിയാക്കിയവരല്ല ഇപ്പം നമ്മൾ പറയുന്നില്ല. അതുങ്ങൾ ഇരുന്ന് ഹല്ലേലൂയ കേട്ടിട്ടില്ലേ? എല്ലാം അതുപോലെ നോക്കുക. അപ്പോൾ മന്ത്രവാദികൾ തങ്ങളുടെ മന്ത്രവാദത്താൽ പേരുളവാക്കാൻ നോക്കി, കഴിഞ്ഞില്ല. അപ്പൊ ഈ മന്ത്രവാദികൾ ഫറവോനോട് പറയുന്ന ആ ഒരു പ്രയോഗമുണ്ട്. അങ്ങുന്നേ അല്ലെങ്കിൽ ചക്രവർത്തി തിരുമേനി, ഇത് എണ്ണക്കേടല്ല, വെള്ളക്കേടല്ല, ക്ലൈമറ്റ് ചേഞ്ച് ആയതൊന്നുമല്ല. അപ്പം ഫറവോൻ ചോദിച്ചു, പിന്നെന്തുവാടാ? പറഞ്ഞു തരാം. മന്ത്രവാദിയാന്നേലും ബോധമുണ്ടെന്നുള്ളതാ. അവന്മാരവിടെ ചെന്ന് ഉണർത്തിച്ചു തിരുമേനിയോട്, ഇത് എണ്ണക്കേടല്ല, വെള്ളക്കേടല്ല, ക്ലൈമറ്റ് മാറിയതല്ല, മറ്റു യാതൊരു കുഴപ്പവുമല്ല. പിന്നെ എന്തുവാ കുഴപ്പം? പറയാം. ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേലിനെ സത്യദൈവത്തെ ഭജിക്കുവാൻ ആരാധിക്കാൻ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് ഇത് ദൈവത്തിന്റെ വിരലാണ്. വായിച്ചേ പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 18 മുതൽ എന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 18 മുതൽ വായിക്കാം. ആ ആ ആ ആ ഇനി മൈക്ക് കൊണ്ടൊന്ന് വായിക്കാമോ? അയ്യോടി 8:18. മൈക്ക് അങ്ങോട്ട് അമ്മാമയ്ക്ക് കൊടുക്കും. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കാൻ അതുപോലെ ചെയ്തു. അവർക്ക് കഴിഞ്ഞില്ല താനും. ഒന്നും കഴിഞ്ഞില്ല. അടുത്തത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട്, ഇത് ദൈവത്തിന്റെ വിരലാ, ഇത് ദൈവത്തിന്റെ വിരലാ. നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ കയ്യാ.
സത്യദൈവത്തെ സേവിക്കുവാൻ, സത്യദൈവത്തെ ഭജിക്കുവാൻ ജനത്തെ വിട്ടുകൊടുക്കാൻ നീ തടുത്തു വച്ചിരിക്കുന്നത് കൊണ്ട് ഇത് ദൈവത്തിന്റെ കയ്യാ. ഇന്ന് രാത്രി ഈ സുവിശേഷത്തിന് വിരോധമായി, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായി പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വിരോധമായി ആരെന്തോ തന്ത്രങ്ങൾ മെനഞ്ഞാല് നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ കൈ വെളിപ്പെടാൻ പോകുകയാ. Praise the Lord. ഇത് സത്യദൈവത്തെ ഭജിക്കുവാൻ ജനത്തെ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് സർവജ്ഞനായ ദൈവത്തിന്റെ കയ്യാ. അവൾ എതിർത്ത് നിൽക്കുന്നവന് ഈ കരം ന്യായവതിയുടെ കരമാണ്. പണ്ട് പെട്ടകവുമായിട്ട് പെലിസ്തര് പെട്ടകം പിടിച്ചുകൊണ്ട് പോയി. നമുക്ക് ആ ഭാഗം അറിയാം. അവന്മാര് പെട്ടകമായിട്ട് കൊണ്ടുപോയി ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ച് അവൻ പൊത്തുവന്ന് താഴെ വീണു. പിറ്റേന്ന് അയാളെ നേരെ ഇരുത്തി വെച്ച് പറഞ്ഞ മര്യാദയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞ് പിറ്റേന്ന് എന്നപ്പേടെ കൈ ഓടലെല്ലാം കൂടെ. പിന്നെ ചുരുക്കി പറഞ്ഞ മുഴുവൻ എണ്ണത്തിനും മൂലരോഗം. അപ്പൊ അവിടെയും ഫെലിസ്തീന് വന്ന് പറയുന്നുണ്ട്, മൂലരോഗത്താൽ അങ്ങോട്ട് ബാധിക്കപ്പെട്ടപ്പോൾ അവര് പറയാ ഇത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കയ്യാ. ഇത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കയ്യാ എന്ന് പറഞ്ഞാൽ എതിർത്തു നിൽക്കുന്നവനും മറുതലിക്കുന്നവനും മത്സരിക്കുന്നവനും ഈ കരം ന്യായവതിയുടെ കരമാ. എന്നാൽ അനുസരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി അനുസരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാ. യേശുവിന്റെ കരം അനുഗ്രഹത്തിന്റെ കരമാ. ഇന്ന് രാത്രി ആ കരത്തിന്റെ മഹിമ ഈ പന്തലിൽ, ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് മഹത്വം. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനമേറ്റാൽ, ദൈവം നിന്നെ തൊട്ടാൽ, ദൈവത്തിന്റെ കരം നിന്നെ സ്പർശിച്ചാൽ എന്തൊക്കെ സംഭവിക്കും? ഇനി കമ്പിവാചകം പോലെ മുമ്പോട്ട് പോകാം. ദൈവത്തിന്റെ കരം വന്നാൽ എന്തൊക്കെ സംഭവിക്കും? ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 22 മുതൽ താഴോട്ടുള്ള വാക്യം ഒരാൾ നേരത്തെ എടുത്തു വെച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിൻ്റെ 19-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ ഒരാൾ എടുത്തു വെക്ക്. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിന്റെ 1, 2, 3. ഒരാള് യെഹെസ്കേൽ 8-ാം അധ്യായത്തിന്റെ 1, 2, 3. ഒരാൾ മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2, 3, 4. ഒരാൾ മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 15, 16, 17, 18. ഒരാള് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 50, 51, 52. വേറൊരാള് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8, 9, 10. ഇത് നേരത്തെ പറഞ്ഞത് അപാകത താമസം വരാതിരിക്കാനാ. ഇനി നമുക്ക് അടുക്കടുക്കായിട്ട് ചില കാര്യങ്ങൾ കമ്പിവാചകം പോലെ ചിന്തിക്കാം. ദൈവത്തിന്റെ കരം വന്നാൽ എന്തൊക്കെ സംഭവിക്കും? വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ന്റെ 22 മുതൽ താഴോട്ട്. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയോ അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളും അവനോട് മല്ലു പിടിച്ചു. അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റു. തന്റെ 2 ഭാര്യമാര് റാഗേലും ലേയായും 2 ദാസി ബിൽക്കാ ശില്പ 11 പിള്ളേര് കലാപുലി പോലെ രൂപൻ മുതല് യോസേപ്പ് വരെയുള്ള 10-11 പിള്ളേര്. ഇളയറക്കനന്ന് ജനിച്ചിട്ടില്ല, അവനത് കഴിഞ്ഞ. അപ്പോൾ 11 പിള്ളേര്. ഇതിനെല്ലാം കൂടെ രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റ് 2 ഭാര്യമാരും ദാസിമാരെയും കൂട്ടി യാബോക്ക് കടവ് കിടന്ന് തനിക്കുള്ളതൊക്കെ അക്കരെ കടത്തിയ ശേഷം അവൻ യാക്കോബ് തനിയെ ക്ഷണിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുമ്പോൾ അവനോട് മല്ല് പിടിച്ചു. അവനെ മല്ല് പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്സുതിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചില്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞു. അവനെ വിടുകയില്ലെന്ന് കണ്ടപ്പോൾ യഹോവയുടെ ദൂതൻ യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു. അടുത്ത വാക്യം വായിച്ചേ. ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവന്റെ തുടയുടെ തുടം തൊട്ടു. ആകയാൽ അവനോട് മല്ലു പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്സുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. ദയവായിപ്പോൾ എന്നെ അനുഗ്രഹിക്ക, എന്നെ അനുഗ്രഹിക്ക, ദയവായിപ്പോൾ അനുഗ്രഹിക്ക, എന്നെ അനുഗ്രഹിച്ചല്ലാതെ
ശ്രദ്ധിക്കുക, യഹോവയുടെ കൈ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. പശ്ചാത്തല ഭാഗം തിരുവചനം ധ്യാനിച്ച് പഠിക്കുന്നവർക്കറിയാം. രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റു. ഇല്ല, അങ്ങനെ രാത്രി എഴുന്നേക്കുന്ന പ്രകൃതക്കാരനല്ല, സന്ധ്യക്കേ കിടക്കുന്നയാളാ, ഇല്ലയോ? ഈ ചേട്ടനെ പേടിച്ച് ഓടി വന്ന മൂച്ചിന് ക്ഷീണമൊക്കെ കാണും. നേരം വൈകി, സൂര്യൻ അസ്തമിച്ചു എന്നാണ് എഴുതിയേക്കുന്നത്. ക്ഷീണമുണ്ട്, ഉഷ പോലും ഒപ്പം എത്തുകയില്ല, ഓടി ആകെ പരുവക്കേടായി. സ്വന്തം ചേട്ടനാ കൊല്ലാൻ നിൽക്കുക കൊടുവാളുമായിട്ട്. പ്രാണം തല്ലി ഓടുക. ഒരു സ്ഥലത്ത് വന്നപ്പം സൂര്യൻ വൈകി അസ്തമിച്ചു. അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി. സന്ധ്യക്കേ കിടക്കുക. സന്ധ്യക്കേ കിടന്നുറങ്ങുന്ന പ്രകൃതക്കാരനാ ഇപ്പത്തെ രാത്രിയിൽ എഴുന്നേറ്റു. പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിനറിയാം. സ്തോത്രം പറയാത്തവനെ സ്തോത്രം പറയിപ്പിക്കാൻ ദൈവത്തിനറിയാം. കൈയടിക്കാത്തവനെ കൈയടിപ്പിക്കാൻ. പിന്നെ നല്ല പാട്ടൊക്കെ പാടുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഒടുവിലൊരു അസുഖമുണ്ട്, അതിനെന്നാ പറഞ്ഞ എപ്പോഴും ഇങ്ങനെ അടിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞാൽ തെറ്റും. മറ്റേത് പാട്ട് പാടുമ്പോൾ അടിച്ചാൽ മതിയായിരുന്നു. ഇപ്പം എപ്പോഴും ഇങ്ങനെ കിടുകിടാന്ന് അടിച്ചിരിക്കുക. അതൊക്കെയാ. പണ്ട് യോഗത്തിനിടെ ഒരു സ്തോത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം എന്നേരം ഒന്നും പറഞ്ഞില്ല. ഇപ്പം ഒടുവിലായപ്പോൾ വായുവിൻ്റെ ആസ്വാദം അങ്ങേയറ്റം വരെ കേൾക്കാം. നാളൊരപ്പൻ ഇങ്ങനെ വായുവിൻ്റെ ബുദ്ധിമുട്ട് ആർക്കും വരാതിരിക്കട്ടെ. അപ്പം ഞാൻ ചോദിച്ചാൽ ആന്ധ്രായാന്ന് പറഞ്ഞു. ആന്ധ്രാവായു ഞാൻ കേട്ടിട്ടില്ലേ? യോടി ആന്ധ്രാവായു. നീ ഇങ്ങനെ സ്തോത്രം പറയാതെ പമ്പി ഇരുന്ന വേച്ചാ നിനക്കൊടുവിൽ ആന്ധ്രാവായു കയറി അടിക്കും. അതുകൊണ്ട് അവസരം കിട്ടുമ്പോൾ നീ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. സ്തോത്രം പറയാത്തവനെയൊക്കെ ദൈവം സ്തോത്രം പറയിപ്പിക്കും. ഹല്ലേലൂയ പറയാത്തവനൊക്കെ മുട്ടിന് ഹല്ലേലൂയ പറയിപ്പിക്കും. ദൈവത്തിന് മഹത്വം. സന്ധ്യയ്ക്ക് കിടന്നുറങ്ങുന്ന കക്ഷി ഇപ്പം രാത്രി താണ്ടെ ചാടി എഴുന്നേറ്റു. രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റു. 2 ഭാര്യമാര് ഓർപ്പിച്ചല്ലോ, റാഗേലും ലേയായും, 2 ദാസി ബിൽക്കാ ശില്പ, പിന്നെ കലാപുലി പോലെ 10-11 പിള്ളേർ. ഇതിനെല്ലാം കൂടെ കൂട്ടി വീട് വിട്ടു. ഏത് വീട്? അമ്മായിയപ്പൻ്റെ വീട്. അങ്ങോട്ട് പോയ ചരിത്രമൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. എന്തായാലും ഒരു കാര്യം പറയാം, ദത്ത് നിന്നാൽ അതിൻ്റെതായ ക്ഷീണം. ദത്തുകാരും ഇന്ന് എൻ്റെ കൊങ്ങായിക്ക് പിടിക്കരുത്. താൻ കൊത്തി മുറത്ത് കയറി ഞാനിവിടെ എങ്ങനെ വന്നു പെട്ടെന്ന് എനിക്കും ദൈവത്തിനുമേ. എന്തായാലും അതിൻ്റെ ഒരു ചെറിയ ക്ഷീണം എല്ലായിടത്തും അല്ലെങ്കിൽ ഏറെക്കുറെ. പിന്നെ എന്നേക്കാൾ എൻ്റെ അപ്പൻ്റെ പ്രായമുള്ള യോണച്ചാൻ കാര്യം കൃത്യം പറഞ്ഞു. നിങ്ങളെല്ലാം പിന്നെ ഭാഷ അത് തന്നെ പറഞ്ഞോ. ഭാഷ ഞാനും കുറേ നാളായിട്ട് അനുഭവിച്ചുകൊണ്ട് ഇരിക്കുക. അപ്പം പിന്നെ അങ്ങനെയും ഒരു വിടുതൽ അങ്ങ് നടക്കട്ടെ. ദത്ത് ചുരുക്കി പറഞ്ഞാൽ, ഒരു ദിവസം സുപ്രഭാതത്തിൽ യാക്കോബ് എഴുന്നേറ്റ് വന്നപ്പോൾ അളിയന്മാരുടെ സംസാരം അത്ര നല്ലതല്ല. മൂത്തളിയൻ കൊച്ചളിയനോട് പറഞ്ഞു, എടാ കുഞ്ഞുഞ്ഞെ, നമ്മുടെ അളിയൻ ജേക്കബ് ഈ അനുഗ്രഹമെല്ലാം പ്രാപിച്ചത് ദൈവം അനുഗ്രഹിച്ചൊന്നുമല്ല. അപ്പോൾ കുഞ്ഞുഞ്ഞ് ചോദിച്ചു, പിന്നെ എങ്ങനെ കൊച്ചേട്ടാ, 10 മണിയായിട്ട് യോഗം തീരുവോളെന്ന് പറഞ്ഞു തരും. സാധാരണ 9-ന് തീരുന്ന അതിന് അമ്മയ്ക്ക് കോള് വന്ന് 10 ആകുമെന്ന് പറഞ്ഞു. അമ്മ ഭാരപ്പെടേണ്ട, വണ്ടിയില്ലെങ്കിൽ ഞാൻ കൊണ്ട് എൻ്റെ വണ്ടിയെ വിടാം, വണ്ടിയിൽ എന്നാലും വന്ന് എന്നാലും 10 അങ്ങ് പറഞ്ഞു തരും. പിന്നെ വരുന്നു, കോള് വരുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, യാക്കോബ് തനിക്കുള്ളതെല്ലാം എടുക്കുക. അളിയന്മാരുടെ സംസാരം അത്ര നല്ലതല്ല. യാക്കോബുടനെ അമ്മാവിയപ്പൻ്റെ മുഖത്തോട്ട് നോക്കി, മുഖം അത്ര നല്ല അല്ല. അപ്പൊ അളിയന്മാരുടെ ഈ ഡയലോഗും അമ്മായിയപ്പനും അമ്മാച്ചനുമാകുന്ന ലാബാന്റെ മുഖവും എല്ലാം കൂടെ കണ്ടപ്പോൾ മനസ്സിലായി, ഇനി ഇവിടെ നിന്നാൽ പരുവക്കാട. അതാ രാത്രിയിൽ എഴുന്നേറ്റ് ഭാര്യമാരോട് പറഞ്ഞു, പോവാന്ന് പറഞ്ഞു. വരുന്നോന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, പിന്നെ ഇങ്ങനെ പോകുന്നിടത്ത് ഞങ്ങൾ വരാതെ. അതിനല്ലയോ കല്യാണം കഴിച്ചേ, ഞങ്ങളും വരിക. വയലിൽ വെച്ചാ, പിന്നെ നിങ്ങളോട് വയലിൽ വെച്ചാ പറഞ്ഞ, പരിക്കകത്ത് വെച്ച് പറഞ്ഞാൽ ഇവിടെ അപ്പോഴന്നേരം അന്ന് മൊബൈലില്ല, ഞാൻ നന്നായി. ഇല്ലെങ്കിൽ അവിടെ ഇരുന്നോണ്ട് തന്നെ ക്ലിൻ ഞങ്ങൾ പോവുക. ഉടനെ അവിടെ നിന്ന് ക്ലിൻ നിങ്ങളെ വിടത്തില്ല. ഉടനെ ഇവിടെ നിന്ന് ക്ലിൻ
ഞങ്ങൾ പോകും. ഉടനെ അവിടെ നിന്ന് കിടിൻ പോകുന്ന ഒന്ന് കാണണം. അങ്ങനല്ലേ ഇപ്പോഴത്തെ പരിപാടികളല്ല. അച്ഛന് മനസ്സിലായില്ലെന്ന് വന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്ന് ഈ ഇണക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് യാക്കോബ് നേരെ വയലിൽ കൊണ്ടുപോയിട്ട് ഭാര്യമാരോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് ഞാൻ പോവുക, നിങ്ങൾ വരുന്നു. അയ്യോ, പെണ്ണുങ്ങൾ പറഞ്ഞു ഞങ്ങളും വരിക എന്ന് പറഞ്ഞു. കൊച്ചുങ്ങളെല്ലാം കൂടെ കൂട്ടി ചുരുക്കി പറഞ്ഞാൽ ലാബാന്റെ വീട് വിട്ട് യാക്കോബും തന്റെ കുടുംബമെല്ലാം കൂടെ പ്രയാണം തുടങ്ങി. വിസ്തരിക്കുന്നില്ല. അങ്ങനെ പ്രയാണം ചെയ്ത് യാക്കോബ് യാബോക്ക് കടവിന്റെ തീരത്ത് വന്നു. തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തി. ഒടുവിൽ ജേക്കബ് തനിയെ ശേഷിച്ചു. തന്റെ ഹൃദയത്തിനകത്ത് തിങ്ങി വങ്ങുന്ന വിഷയങ്ങൾ പലതുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട 10-20 കൊല്ലം മുമ്പ് ചേട്ടൻ കൊല്ലാൻ വന്നവനാ കൊടുവാളുമായിട്ട് അവിടെ നിൽക്കുക. അയാളെ പേടിച്ചാ ഞാൻ ഇങ്ങോട്ട് ആ ഓടി വന്ന സ്ഥലത്ത് എന്നൊരു സ്ഥലത്ത്, അതിന്റെ പഴയ സ്ഥലത്തിന്റെ പേര് ലൂസ് എന്നാ, അല്ലയോ? ലോചോനെ ലൂസ്. പിന്നെ പുള്ളി അത് ബദേൽ എന്നൊക്കെ ഇട്ടു. പരുവത്തിന് ഒരു കല്ല് കിട്ടി, അത് തലണിയായിട്ട്. അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു. ഗോവേണി, ആ പ്രതിസന്ധിയുടെ നടുവിൽ ഒരു ഗോവേണി, ദൂതന്മാരിങ്ങനെ കയറുക ഇറങ്ങുകയും ചെയ്യുക. പാടാൻ വയ്യെങ്കിലും നിങ്ങൾക്കറിയാം, ചേർന്ന് പാട്. തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോ ഗോവേണിയിൽ ദൂതന്മാരിറങ്ങി വരും. തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോ ഗോവേണിയിൽ ദൂതന്മാരിറങ്ങി വരും. JB പീറ്ററിന്റെ സുപ്രസിദ്ധ ആത്മീയ ഗാനങ്ങളിൽ വളരെ പ്രചാരം നേടിയ ഈടുറ്റ ഗാനമാണ്. അതിപ്പോ പാടുമ്പോൾ എൻ്റെ പാട്ടയാ, നല്ല പവറാ, സ്തോത്രം ഒക്കെ സന്ദർഭോചിതമായിട്ട് പാട്ടൊക്കെ. ഇന്നാളൊരു യോഗത്തിന് പിള്ളേർ തള്ള യോഗം തുടങ്ങുക. സുബിനും ഉണ്ടായിരുന്നു ഒന്ന് ഉപദേശി പറഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കൊന്ന് ബെന്നിച്ചൻ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങാന്ന് പ്രാർത്ഥിച്ചു. ഒരു പാട്ട് പാടാൻ പാടിയപ്പോൾ ഒരു തള്ള ഇരുന്ന് പാടുക, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. ഒരു യോഗം തുടങ്ങുക, അതിൻ്റെ തള്ളക്ക് തന്നെ ആ പാട്ട് കുഴപ്പമാണെന്നല്ല പറഞ്ഞ്. ഒരു യോഗം തുടങ്ങുമ്പോൾ ആ പാട്ടാണെന്നോ അമ്മയെ പാടുന്നേ. അമ്മ ചോദിക്കുക, പിന്നെ എന്നെ തന്നെ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇപ്പോഴും ആ പാട്ട് JB പീറ്റർ മൺമറഞ്ഞ കർത്താവിന്റെ ദാസൻ അദ്ദേഹത്തിന്റെ പാട്ട് പാടി ഇപ്പോഴും ആകം കാത്തുക. ഇങ്ങനെ പ്രതിസന്ധിയുടെ നടുവിലാ യാക്കോബ് ഓടിപ്പോന്നത്. ചേട്ടൻ കൊല്ലാൻ നിൽക്കുന്നു, വീട് വിട്ടു, സകലതും നഷ്ടപ്പെട്ടു, ഭക്ഷിപ്പാൻ ആഹാരമില്ലായിരുന്നു, ധരിപ്പാൻ വസ്ത്രമില്ല, കയറിക്കിടക്കാൻ ഇടമില്ല. അങ്ങനെ പേടിച്ചോടിയ പത്തനാരാമി വന്ന് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവിടെ കയറി, അമ്മാച്ചൻ്റെ വീട്ടിൽ കയറി, 2 പെൺപിള്ളാരെ വിവാഹം കഴിച്ചു, ദാസിമാരെയും കൂടെ കൊടുത്തു, കൊച്ചുങ്ങളുമായി മറുകും പുള്ളിയുള്ള ആടുകളെല്ലാം കൂടെ അങ്ങോട്ട് പെറ്റുപെരുകി ധനവാനായി. പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കാൻ മേല. ഇതുങ്ങളെല്ലാം കൂടെ പെറുക്കി കെട്ടി അങ്ങോട്ട് പോവാം. അവിടെ ചെല്ലുമ്പോൾ ചേട്ടൻ കൊല്ലുവോ തട്ടുവോ എന്നാന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇത് ഭാര്യമാരാരോടും പറഞ്ഞുമില്ല. അതുങ്ങളോട് പറയുകയാണെങ്കിൽ പറയാം, എന്നാൽ ഇയാളങ്ങ് പോയാൽ മതി, ഞങ്ങൾ പറയാഞ്ഞിട്ട് നീറ്റിൽ നിലയിൽ നിർത്തുന്നില്ല. പിന്നെ ഇതെങ്ങാനും ആ പെണ്ണുങ്ങളോട് വീട്ടിൽ വെച്ച് പറയടി, എൻ്റെ ചേട്ടൻ എന്നെ പണ്ട് കൊല്ലാൻ വന്നതാ, അങ്ങനെ ഞാൻ ഓടി വന്നെന്നെങ്ങാനും ഈ റേച്ചലിനോട് പറഞ്ഞാൽ
സ്തോത്രം. ആരോടും മിണ്ടുന്നില്ല, തന്നെത്താൻ. അങ്ങനെയുള്ള അനേക സഹോദരന്മാർ കാണും, സഹോദരിമാരും കാണും. ആരോട് നമുക്കിപ്പോൾ സഭയിൽ പോലും ഒരു കാര്യം പറയാം, പ്രാർത്ഥനാ വിഷയം വല്ലതും പറയാൻ പറ്റുമോ? പിന്നെ ഒരു പരുവത്തിലൊക്കെ ഉള്ളതേ പറയാവുള്ളൂ, അല്ലാത്ത ഒന്നും മിണ്ടരുതേ. ചെയ്യേണ്ട മാർഗം കൂടെ പറയാം. അച്ചായനും അമ്മാമ്മയും കൂടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് ബലപ്പെട്ടോണം. ഒരു കുഞ്ഞുങ്ങളോട് പറയരുത്, ദൈവത്തോട് പറഞ്ഞോണം. ആരോടും പറയാതെ തിങ്ങി വിങ്ങുന്ന വേദനയുമായി ജേക്കബ് ഈ യാബോക്ക് കടവിന്റെ തീരത്ത് ചേട്ടൻ കൊല്ലാൻ നിൽക്കുക. ഭാര്യമാരോടും പറഞ്ഞില്ല, ദാസിമാരോടും പറഞ്ഞില്ല, പിള്ളേരോടും പറഞ്ഞില്ല. പിള്ളേരോട് പറഞ്ഞ അവന്മാർ പറയും, പപ്പ ഇവിടെ നിൽക്കി, ഞാനിപ്പോൾ ചെന്ന് പേരപ്പൻ്റെ പടലി കണ്ടിച്ചുകൊണ്ട്. അവന്മാർ അത്രയാ, കാരണം സാഹസക്കാർ പിള്ളേരാ. പെങ്ങളെ ഏതാണ്ട് ചെയ്യുന്നെന്നും പറഞ്ഞ അമ്മമാർ അന്നേരം തന്നെ വടിവാളുമായിട്ട് രാത്രി ഇറങ്ങി ചെന്ന് സ്നാനപ്പെട്ടവന്മാരെ എല്ലാം ശരിയാക്കി വെച്ച് വന്ന കൊച്ചുങ്ങളാണ്. അതുകൊണ്ട് പിള്ളേരോടും ഒന്നും മിണ്ടാനൊക്കത്തില്ല, കൊച്ചുങ്ങളോടൊന്നും എല്ലാ കാര്യമൊന്നും പറയരുത്. ചുരുക്കി പറഞ്ഞാൽ തിങ്ങി വിങ്ങുന്ന ഹൃദയവേദനയുമായിട്ട് യാക്കോബ് യാബോക്ക് കടവിന്റെ തീരത്ത്. അന്ന് രാത്രി ദൈവദൂതൻ ഇറങ്ങി. ദൂതനെ കണ്ടപ്പോൾ ദൂതനുമായിട്ട് മല്ല് പിടിച്ചെന്ന ഉൽപ്പത്തിയിൽ ഹോശിയ പ്രവാചകൻ പറഞ്ഞ മല്ല് പിടിച്ചെന്നല്ല, പ്രാർത്ഥിച്ചെന്ന. അന്ന് രാത്രി പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ അവിടുന്ന് യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൂതൻ യാക്കോബ് മല്ല് പിടിച്ചെന്ന് പറഞ്ഞ പ്രാർത്ഥനയിൽ പോരാടുക. ആ പ്രാർത്ഥനയിൽ പോരാടി നേരം വെളുത്തിട്ടും യാക്കോബ് പ്രാർത്ഥന നിർത്തുന്നില്ല. അപ്പോൾ ദൂതൻ പറഞ്ഞു, ജേക്കബേ എനിക്ക് പോണം, വിടാൻ പറഞ്ഞു. ഇല്ലില്ല, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ ദൂതൻ യാക്കോബിന്റെ തുടയുടെ തടമൊന്ന് തൊട്ടു. ഞാൻ ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കുക, തന്റെ കൈ കൊണ്ട് യാക്കോബിനെ സ്പർശിച്ചു. ഈ പടിക നിയമത്തിൽ പല സ്ഥലത്തും ദൂതൻ 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 എന്ന് പറയുന്നത് സൂക്ഷ്മമായി പഠിച്ചാൽ ചിലയിടങ്ങളിൽ അത് ദൈവം തന്നെ. പടിക നിയമത്തിൽ പല സ്ഥലങ്ങളിലും ദൂതൻ ദൂതൻ എന്ന് പറയുന്നത് സൂക്ഷ്മമായി വേദം പഠിക്കുന്നവർക്കറിയാം സർവജ്ഞനായ ദൈവം തന്നെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇങ്ങനെ അങ്ങോട്ട് ചിന്തിക്ക്, അന്ന് രാത്രി ദൈവത്തിന്റെ കരം യാക്കോബിനെ സ്പർശിച്ചു. ചോദിച്ചു, പേരെന്നാ? പേര് യാക്കോബ്. കൃത്യം പറഞ്ഞു. പണ്ട് അപ്പച്ചൻ ചോദിച്ചവൻ പറഞ്ഞു ഏശാവാണ്. ഇപ്പൊ സൂക്ഷം പറഞ്ഞു. തൊടണ്ടവൻ തൊട്ടാ ഏതവനും പറയും യാക്കോബ്. അപ്പൊ പറഞ്ഞു, നീ സത്യം പറഞ്ഞല്ലോ, നീ ദൈവത്തോട് മനുഷ്യരോട് മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് ഇനി നിന്റെ പേര് ജേക്കബ്, ഉബായി, കളിപ്പീരുകാരൻ, പറ്റിക്കാരനെന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ, ദൈവത്തിന്റെ പ്രഭുവാണ്. സ്തോത്രം. വിവരിക്കുന്നില്ല, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാ. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ കൈ യാക്കോബിനെ സ്പർശിച്ചു. അപ്പോൾ എന്തോ സംഭവിച്ചു. 33-4 താഴെ തന്നെ 33-4 ചേർത്ത് വായിച്ചു, എങ്കിലേ അത് ഒപ്പിച്ച് വരാൻ പറ്റും. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്ത് അവന്റെ കഴുത്തിൽ വീണവനെ ചുംബിച്ചു. രണ്ടുപേരും കരഞ്ഞു. പിന്നെ അവൻ തലപൊക്കി എന്നോട് നോക്കിയേ. അന്ന് രാത്രി സർവജ്ഞനായ ദൈവം യാക്കോബിനെ തൊട്ടു. യാക്കോബിനെ ദൈവം തൊട്ടപ്പോൾ എന്തോ സംഭവിച്ചു. നമ്മുടെ പഠനത്തിന് ഇങ്ങനെ പറയാ, യാക്കോബിനെ ദൈവത്തിന്റെ കരം കൊണ്ട് സ്പർശിച്ചപ്പോൾ ഇവന്റെ പേര് മാറി, പ്രകൃതി മാറി, അനുഗ്രഹത്തിന്റെ പേര് കൊടുത്തു. മാത്രമല്ല, വിരോധമായി നിന്നവനെല്ലാം അനുകൂലപ്പെട്ടു വന്നു. ഇന്ന് രാത്രി ദൈവം നിന്നെ സ്പർശിച്ചാൽ നിന്റെ പേരും പ്രകൃതിയും മാറ്റി, ശാപദോഷങ്ങൾ മാറ്റി, കുടുംബത്തിന്റെ ശാപം മാറ്റി, തലമുറകളുടെ ശാപം മാറ്റി, സകല പാരമ്പര്യത്തിന്റെ ശക്തികളെ അടിച്ചു മാറ്റി, അവൻ വിരോധമായി നിൽക്കുന്നവർ ഇന്ന് രാത്രി നിനക്ക് അനുകൂലപ്പെട്ടു വരും. യാക്കോബിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയില്ല. ഞാനൊരു കാര്യം വചനത്തിന്റെ വെളിച്ചത്തിൽ ദൈവമക്കളോട് പറയാ, നിനക്ക് വിരോധമായി മന്ത്രിക്കുന്നെങ്കിൽ, ചിന്തിക്കുന്നെങ്കിൽ, തന്ത്രങ്ങൾ ഒരുക്കുന്നെങ്കിൽ, കുരുക്കൊരുക്കുന്നെങ്കിൽ, നമ്മുടെ ആയുധം പ്രാർത്ഥനയാ. കേസിന് പോകരുത്, കോടതി പോകരുത്, വഴക്കുണ്ടാക്കാൻ പോകരുത്, വക്കാണത്തിന് പോകരുത്, ഗുണ്ടകളെ ഇറക്കണ്ട, ആ വടിവാളും കൊടുവാളും ഇടിയട്ടെ നെഞ്ചക്കും നാടൻ പോകുമ്പോ ഒന്നും വേണ്ട. നമ്മുടെ ആയുധം പ്രാർത്ഥനയാ. നീ മുടങ്കാൽ, ദൈവമക്കൾ മുടങ്കാൽ ഇരിക്കണം. ദൈവസഭയോട് ഞാൻ പറയാ, കേസിന് പോകരുത്, വഴക്കിന് പോകരുത്. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതനുണ്ട്. അവൻ നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. സകല പെന്തിക്കോസുകാരോടും പറയാം, കേസിന് പോകരുത്. സഭക്കാരും കേസിന് പോകരുത്, കേസിന് പോകരുത്. സ്വോത്ര കാഴ്ച കാശെടുത്ത് കോടതി കൊടുക്കരുത്.
അത് വേറെ ആൾക്കാർ പോട്ടെ, നമ്മുടെ ആയുധം പ്രാർത്ഥനയാണ്. സ്തോത്രം, സ്തോത്രം. ദൈവസഭയ്ക്ക് വിഷയം വന്നാൽ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. തിരിച്ചടിയല്ല നമ്മുടെ ആയുധം. മറുത്ത് മത്സരിക്കുന്നതല്ല ആയുധം. ആക്ഷേപം പറയുന്നതല്ല ആയുധം. എഴുതി ഒരുത്തനെ കൊല്ലുന്നതല്ല ആയുധം. അവൻ കരുക്കളൊരുക്കുന്നതല്ല ആയുധം. തന്ത്രങ്ങൾ മറിഞ്ഞ് കുരുക്കിലാക്കുന്നതല്ല ആയുധം. നമ്മുടെ ആയുധം പ്രാർത്ഥനയാണ്. നീ പ്രാർത്ഥനയുടെ മുറിക്കകത്ത് കയറണം, മുഴങ്കാലും മേലിരിക്കണം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്ക്. നിന്റെ പ്രശ്നത്തിന് ദൈവ പരിഹാരം തരും. യാക്കോബിനെ തൊട്ടകര കുറുകി പോയിട്ടില്ല. ഇന്ന് രാത്രി ഈ കരം നിന്നെ സ്പർശിക്കട്ടെ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒരു സൈന്യം എന്റെ നേരെ പാളയമടങ്ങിയാൽ ഭയപ്പെടത്തില്ല, ഭയപ്പെടത്തില്ല. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുക. നമുക്ക് നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കാം. സങ്കീർത്തനക്കാർ പാടി, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഇസ്രായേലി കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഓ ഇസ്രായേലി കാവൽക്കാരൻ, ചേർന്ന് പാട്. നിദ്രാഭാരം തൂങ്ങുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, യാക്കോബിനെ തൊട്ടകര കുറുകി പോയിട്ടില്ല. ഇന്ന് രാത്രി ഈ കരം നിന്നെ സ്പർശിക്കട്ടെ. ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, യാക്കോബിനെ ദൈവം തൊട്ടപ്പോൾ ഏശാവിന് വ്യത്യാസം വന്നു. ഇന്ന് രാത്രി ഈ കരം നിന്നെ തൊട്ടാ മതി, അവനോട് വ്യത്യാസം വരും. നിന്നെ സ്പർശിച്ചാൽ മതി, മറ്റവനും വ്യത്യാസം വരും. യാക്കോബിനെ സ്പർശിച്ച കരം ഇന്ന് രാത്രി കുറുകി പോയിട്ടില്ല. ഈ യോഗത്തിൽ സംബന്ധിക്കുന്നവർ വെറുതെ തിരിച്ചു പോകരുത്. ദീർഘനാളുകളായി നിനക്കെതിരെ തന്ത്രങ്ങളും ഗൂഢപ്രയോഗങ്ങളും മെനയുന്ന വ്യക്തികളെ ദൈവം അനുകൂലപ്പെടുത്താൻ പോകുകയാ. വിശ്വസിച്ച് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യാക്കോബിനെ തൊട്ടകര കുറുകിയിട്ടില്ല. സമയത്തെ ഭയപ്പെടുന്നു. ഇവർ രണ്ടുപേരും ഇടയ്ക്കൊന്ന് സംസാരിച്ചു. അത് സമയത്തെ പറ്റിയാണോ എന്ന് എനിക്കൊരു, ഞാൻ ഇച്ചിരി സമയം കൂടി എടുക്കട്ടെ, പെട്ടെന്ന് നടത്താം. സ്തോത്രം. നിങ്ങൾ ചിലരൊക്കെ ദൈവമേ മുന്നിൽ വന്ന് പെട്ടും പോയി, അയാൾ എന്നെ ബോധമില്ലാത്തവനാ, എഴുന്നേറ്റെങ്ങാനും പോയാൽ അയാൾ വായി വരുന്നത് അല്ല. ആ ചിന്തയോടെ ഇരിക്കുന്നത് എനിക്കറിയാം. നാളെ പറഞ്ഞത് അയാളുടെ മുന്നിലെങ്ങും ചെന്ന് ഇല്ല, പെട്ടെന്ന് നിർത്താം, പെട്ടെന്ന് നിർത്താം. അപ്പൊ ശ്രദ്ധിച്ചേ, യാക്കോബിനെ തൊട്ടകരം കുറുകി പോയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ആ കരം ഇന്ന് രാത്രി നമ്മെ സ്പർശിക്കട്ടെ. ഇനി വാക്യങ്ങളെല്ലാം എടുത്ത് വായിപ്പിച്ച് സമയം കളയുന്നില്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19 വായിക്കുന്നത്, യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം, അച്ഛൻ എന്നാ പറയുന്നത്, നിർത്തണോ? അപ്പൊ ശ്രദ്ധിച്ചേ, യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് ഏലിയാവിനെ തട്ടി. വായിച്ചേ, അതൊന്ന് വായിച്ചേ. 19:7 വിട്ടു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:7-8. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് തട്ടി. എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാൻ ഉണ്ട്. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും നടന്ന് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബിലെത്തി. നിങ്ങൾ ആ പ്രയോഗം ശ്രദ്ധിച്ചോ? യാക്കോബിനെ ദൂതൻ വന്ന് തൊട്ടു, ഏലിയാവിനെ ദൂതൻ വന്ന് തട്ടി. ഒരുത്തൻ
ഒരുത്തനെ തൊട്ടു, ഒരുത്തനെ ഈ തൊട്ടിട്ട് ബലപ്പെട്ടില്ല തമ്പുരാൻ നല്ല തൊടുമ്പളെ ബലപ്പെടുന്നതാണ് നല്ലത്. പണ്ടൊരാൾ പറഞ്ഞ അടിയും കൊണ്ട് പുളിയും കുടിച്ച് പിഴയും കൊടുത്ത്. എന്തിനാ? എന്തായാലും സകല നാവും യേശു കർത്താവ് എന്നേറ്റ് പറയും. ഇന്ന് നീ പറഞ്ഞില്ലേ വെള്ളസിംഹാസനത്തിന് മുന്നിൽ ജോർജ് കുട്ടി നിന്നെ കൊണ്ടുവന്ന് നിർത്താം, നീ തുള്ളിക്കൊണ്ട് പറ യേശുവേ നീ തന്നെ രക്ഷകൻ. അത് പറഞ്ഞേച്ച ശക്തിയുള്ളത് തോന്നുമ്പോൾ ജോർജ് കുട്ടിയെ പിടിച്ച് തീപ്പൊയ്ക്ക് തള്ളിയിടും. അതുകൊണ്ട് ഇന്ന് രാത്രി ജോർജ് കുട്ടി സമർപ്പിച്ച് യേശുവിനായി ജീവിക്കുന്നതാണ് നല്ലത്. എന്തായാലും സൂക്ഷം പറഞ്ഞേ വരും. അപ്പൊ അതുകൊണ്ട് തൊടുമ്പളെ അങ്ങ് ബലപ്പെട്ടോണം. യാക്കോബിനെ തൊട്ടു, ഏലിയാവിനെ തട്ടി. പുള്ളിയെ തട്ടിയെങ്കിലേ ഒക്കുള്ളൂ. കാരണം ഒരു തള്ള ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് തള്ളയുടെ പ്രവാചകന്മാരെയെല്ലാം പുള്ളി അന്നേരത്തെ മൂച്ചിന് കയറി തകർത്തു. അമ്മാമ നല്ല ശക്തിയോടിഞ്ഞോട്ട് വന്ന് പറഞ്ഞാൽ അവരിൽ ഒരുത്തനെ പോലെ തട്ടു. അതിന് വേദപഠിതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഈ വാചകം കേട്ട് പേടിച്ചെന്നല്ല, എലിയാവ് ഭയപ്പെട്ടു. അതിനെപ്പറ്റി വേദപഠിതാക്കൾ ചിലർ പറയുന്നത് ഈ ഇസബേല്, ആഹാബിന്റെ ഭാര്യ ഇസബേല് സീദോന്യ രാജാവാക്കുന്ന ഇഖ്ബാലിന്റെ പുത്രിയാണ്. ഇവളെ പറ്റി ഒരു പ്രയോഗം, ഇവൾ ആഭിചാരം ചെയ്യുന്നവരാണ്, ക്ഷുദ്രക്കാരി അമ്മാമ്മയാണ്. നാടൻ ഭാഷ പറഞ്ഞ അമ്മാമ്മ കൂടോത്രക്കാരി അമ്മാമ്മയാണ്. അപ്പോ അതുകൊണ്ടാണല്ലോ യേഹൂ ഇസ്രായേലി വന്നപ്പോൾ യോരാൻ ചോദിച്ചു, യേഹുവേ നിനക്ക് സമാധാനമോ? അപ്പൊ യേഹു പറഞ്ഞ പദമുണ്ട്, എനിക്കോ? എങ്ങനെ എനിക്ക് സമാധാനം? നിന്റെ അമ്മ ഇസബേലിന്റെ ക്ഷുദ്രപ്രയോഗം ഇതുപോലെ കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് വല്ല സമാധാനമുണ്ട്? അപ്പോൾ ഇവൾ ക്ഷുദ്രക്കാരിയാ. അപ്പോൾ വേദപഠിതാക്കൾ ചെടി പറയുന്നത് ആഭിചാരം ചെയ്തു ഏലിയാവിനെതിരെ. അവിടെ ദേവന്മാരുടെ നാമത്തിൽ ഏലിയാവിനെതിരെ ആഭിചാരക്രിയകൾ ചെയ്തു. അതിന്റെ എഫക്റ്റ് ഉണ്ടായി. ദൈവമക്കൾക്ക് അങ്ങനെ എഫക്റ്റ് ഉണ്ടാകും. പക്ഷെ പേടിക്കണ്ട, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ ദൈവാത്മാവിന്റെ ശക്തി. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. ഞാൻ ദൈവമക്കളോട് എപ്പോഴും പറയും, ഏത് ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗവും എന്ത് ബന്ധനമുള്ള വീട്ടിലാന്നേലും പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച ദൈവമക്കൾ മുഴങ്കാലമടക്കി എന്റെ ഭാഷയാ തമ്പേറ് വെക്കുന്ന അടിച്ച് അവൻ ആത്മാവി നിറഞ്ഞ് പാട്ട് പാടിയ സകല കെട്ടും പൊട്ടും. ഒരു ശക്തി നിന്നെ തൊടത്തില്ല. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. സൻബല്ലത്തിന്റെ തോബിയാവിന്റെ കൂട്ടുകെട്ടുകൾ നിലക്കെതിരെ അവൻ വാടകോരി നിൽക്കുമ്പോൾ ദൈവമക്കൾ തറങ്ങുന്നു പോകരുത്. ഇത് പണിയുന്നത് പരിശുദ്ധാത്മാവാ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. കൃപ കൃപ എന്ന് ആർപ്പോടെ ഒരു ശക്തി നിന്നെ തൊടുകയല്ല. അപ്പോൾ ആഭിചാര ശക്തികൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുക. അതുകൊണ്ട് ആവശ്യത്തിനൊരു ചെറിയ ഭയം, ഓടി ചൂരച്ചടിയുടെ കീഴിൽ കിടക്കുക. അന്നേരം ആ ദൂതം വന്ന് തട്ടി. നെഞ്ചമ്മേ നിഞ്ചഞ്ചലങ്ങൾ ഒന്നും വേണ്ട, പഞ്ചമുറി ചഞ്ചലങ്ങളൊന്നും വേണ്ട, പഞ്ചമുറി വേദദാതൻ പഞ്ചമേരിലും പുഞ്ചിരി തൂങ്ങിടുക നീയെന്നും മനമേ. പിഞ്ചു പോകില്ലൊരു നാളും തൻ കരുണകൾ ഓർക്കൂ, പുഞ്ചിരി തൂങ്ങിടുക നീയെന്നും മനമേ. ഓ ശത്രുവീതി കേട്ടുതല്ലും നടുങ്ങിടിലും, ഓ ചൂടേണ്ടി ചേർന്ന് പാടണം.
എഴുന്നേറ്റ് ബലപ്പെടാൻ പറഞ്ഞു. നീ ഇതെല്ലാം കൂടെ കണ്ട് പേടിക്കൊന്നും വേണ്ട. എടാ, ഒരു തള്ള അവിടെ ഇരുന്ന് ആവശ്യമില്ലാത്ത എല്ലാം കൂടെ വിളിച്ചു പറഞ്ഞെന്നോർത്ത്, എടാ അവിടെ ഇവിടെ ഇരുന്ന് ഓരോ തന്തയും തള്ളയും ഓരോരുത്തരും പറയുന്നത് നീ എന്തിനാ പേടിക്കുന്നേ? നിന്നെ വിളിച്ച ദൈവമല്ലേ? നിന്റെ മേലൊരു അഭിഷേകമില്ലേ? നിന്റെ മേലൊരു ദൈവകൃപയില്ലേ? കർത്താവല്ലേ നിന്നെ വിളിച്ചത്? അവിടെ ഇരുന്നൊരു തള്ള ഏതാണ്ട് പറഞ്ഞു, അപ്പുറം അവിടെ ഇരുന്നപ്പം വേറൊരു തന്ത ഏതാണ്ട് പറഞ്ഞു, അവിടെ ഇരുന്നുകൊണ്ട് വേറൊരുത്തൻ ഏതാണ്ട് പറഞ്ഞു. ചുമ്മാ പോടാ എടാ പൊട്ട, അഖിലാട്ടം കണ്ട ഉടയവനല്ലേ നിന്നെ വിളിച്ചേ? ഈ കാണുന്ന സകലത്തെയും നിയന്ത്രിക്കുന്നവനല്ലേ നിന്റെ രക്ഷിതാവ്? ഉണ്ടാകട്ടെ എന്ന വാക്കിൽ സകലത്തെ ഉരുവാക്കിയവനല്ലയോ നിന്റെ ദൈവം? നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? ഈ ദൈവം എന്ന് വന്നേക്ക് നമ്മുടെ ദൈവമാ. അപ്പൊ അവിടെ ഇവിടെ ഇരുന്ന് ഏതായാലും മാക്രി എന്തായാലും പറയുന്നതുകൊണ്ട് നീ ഉടനെ കോക്കറി കുത്തേണ്ട കാര്യമൊന്നും. ഞാൻ പണ്ടും പ്രസംഗിച്ചതാ, നിങ്ങൾ ചിലര് കേട്ടിട്ടുണ്ടായിരിക്കും. ആന ഇങ്ങനെ നടന്നു പോകുമ്പോ പന്ന പട്ടി കടന്ന് ഏതേലും ആന ഡോണോ എന്തിനാ കൊരച്ചേ? ടൈഗർ എന്തിനാ? എടാ ആനയല്ലേ? പഴയ കണക്കാ. എന്റെ അമ്മ പറഞ്ഞു കേട്ടതാ, നടക്ക് 4000 മുടിക്ക് 3000. ആനയ്ക്ക് ഇപ്പോഴത്തെ അല്ല, ചക്രമുള്ള കാലത്തെ കണക്കാ. പഴയ കണക്ക് ചക്രം യോടി. അതിനു മുമ്പേ ഉണ്ടായിരുന്നു കാല്, അരക്കാല്, മുക്കാല്, മാഹാണി, മുണ്ടാണി. അച്ഛനറിയാം മുണ്ടാണി കണക്ക്, മാഹാണി മുണ്ടാണി കണക്ക്. അന്നത്തെ കാലത്ത് ആനയുടെ കണക്കാ. നടക്ക് 4000 മുടിക്ക് 3000. അങ്ങനെയുള്ള കാലത്ത് ആന പോകുമ്പോൾ പട്ടി കടന്ന് കുറച്ച് ആനയെല്ലാം കൂടെ പട്ടിയുടെ പുറകെ ആനയാ. ഏലിയാവെ ഒരു തള്ള ഏതാണ്ട് പറഞ്ഞെന്ന് ഓർത്ത് നീ അവിടെ കിടന്ന് ഒറ്റ തട്ട് കൊടുത്തു. പുള്ളി ആടി എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞു. ആഹാരം കൊടുത്തു, അപ്പവും അട കൊടുത്തു. സ്തോത്രം. പിന്നെയും പാട്ട് വരുന്നു, CS-ന്റെ പാട്ടാ. പട്ടണപാനീയമില്ലാതല്ലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേ ബലപ്പെടുത്തി. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും നടന്ന് ദൈവത്തിന്റെ പർവ്വതമാകുന്ന
ഹോരേബിലെത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരം നിന്നെ സ്പർശിച്ചാൽ നിന്റെ മരണഭീതിയും പ്രശ്നങ്ങൾ പരിഹരിച്ച് നീ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. തള്ളച്ചി ഓർത്തത് മിക്കവാറും ആള് ഇതോടെ തീരും ഇന്നും തീരുകയല്ല. ഇവിടെ ഇനിയും ശാബാത്തിന്റെ മകനെ അഭിഷേകം ചെയ്യാനുണ്ട്. യേഹുവിനെ വേർതിരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ശുശ്രൂഷ കിടക്കുക. അന്നേരം നീ അവിടെ കിടന്ന് കുരച്ചാലെങ്ങാൻ ഇതൊന്നും തീരുന്നതല്ല. സ്തോത്രം. ഉറപ്പുണ്ടായിരിക്കണമെന്ന് തട്ടി ബലപ്പെടുത്തി വെച്ച് പറഞ്ഞു പോക്കോളാൻ പറഞ്ഞു. നേരെ സൂക്ഷം ഹോരേവിച്ചെന്ന് കയറി. സ്തോത്രം. ഇനിയും നിനക്ക് ശുശ്രൂഷയുണ്ട്. ദൈവം ഇനിയും നിന്നെ ഉപയോഗിക്കും. ദൈവം ഇനിയും തന്റെ കരത്തിൽ നിന്നെ എടുക്കുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിൽ ധൈര്യപ്പെടും. അള്ള ചുമ്മാ പിച്ചും പേയും പറയുന്നോർത്ത് സ്തോത്രം. ആടെ ഞാൻ പെട്ടെന്ന് നിർത്താം. ഒന്ന്, യാക്കോബിനെ തൊട്ടകരൻ കുറുകിപ്പോയിട്ടില്ല. രണ്ട്, ഏലിയാവിനെ തൊട്ടകരോ കുറുകിപ്പോയിട്ടില്ല. യഗസ്കേല് 37 എടുക്കേണ്ടതാ, അതിനിന്ന് മുതിരുന്നില്ല. സ്തോത്രം. താഴ്വരയിൽ കൂടെ ചുറ്റി അടിപ്പിച്ച് അങ്ങോട്ട് കൊണ്ട് പറഞ്ഞ് കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞ് നിന്നങ്ങോട്ട് കാറ്റ് ഈ നിഹതന്മാരുടെ മേൽ അങ്ങോട്ട് ഊതാൻ പറഞ്ഞു. ദൈവത്തിന്റെ കൈ അവിടെ വന്നെന്ന. പ്രൈസ് ദി ലോർഡ്. അസ്ഥികളെല്ലാം എഴുന്നേറ്റൊരു സൈന്യമായി. യഗസ്കേലിനെ സ്പർശിച്ച കരം കുറുകിപ്പോയിട്ടില്ല. ഇനി ഓടിച്ചങ്ങ് നിർത്തുക. ദൈവത്തിന് മഹത്വം. ഇനി മത്തായി സുവിശേഷം വായിക്കേണ്ട 8-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിന്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രസംഗമാണ് പർവ്വത പ്രസംഗം അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം. മത്തായി 5, 6, 7 3 അധ്യായത്തിൽ പർവ്വത പ്രസംഗം. ഏതാണ്ട് 28 സബ്ജക്റ്റുകൾ ക്രിസ്തുയേശു അവിടെ സംസാരിച്ചെന്ന വേദ പഠിതാക്കൾ ആ ഭാഗം പഠിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് പറഞ്ഞ് തർക്കമൊന്നും ഉണ്ടാകണ്ട. 28 30 ആയിക്കോട്ടെ. എന്തായാലും കൊള്ളാം. അവിടുന്ന് പർവ്വത പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന മൂച്ചിന് ഒരു കുഷ്ഠരോഗി അവിടെ നിൽക്കുക. നിന്നേച്ച് പറഞ്ഞു, ഗുരു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. യേശു അവനെ നോക്കി. കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, എനിക്ക് നിന്നോട് മനസ്സുണ്ട്. കാരണം കുഷ്ഠരോഗിയോട് ആർക്കും വലിയ മനസ്സില്ല. ലേവ്യ പുസ്തകവും പുറപ്പാടുമൊക്കെ പഠിക്കുമ്പോൾ പാളയത്തിന് വെളിയിൽ അശുദ്ധനെന്ന് പൊലമ്പണം, മുഖമെല്ലാം മൂടണം, ആരും അടുത്ത് വരത്തില്ല, ഇവൻ അങ്ങോട്ടും കയറി ചെല്ലാനൊക്കത്തില്ല. ആകെ പരിവക്കേടാണ്. എല്ലാവരാലും വെറുക്കപ്പെട്ടവനാ, തള്ളപ്പെട്ടവനാ, ഒറ്റപ്പെട്ടവനാ. സകല മനസ്സും ഇവന് എതിരാ. സ്തോത്രം. ആ ഒടുവിൽ അറ്റ കൈക്കാ യേശുവിൻ്റെ അടുക്ക വന്ന് വെച്ച് പറഞ്ഞു, ഗുരു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. യേശു പറഞ്ഞു, എനിക്ക് നിന്നോട് മനസ്സുണ്ട്. യേശു കൈ നീട്ടി അവനെ തൊട്ടു. ക്ഷണത്തിൽ അവന്റെ കുഷ്ഠം സൗഖ്യമായി. ഈ കരത്തിന്റെ പ്രത്യേകത വിശ്വാസത്തോടെ വരുന്നവന് രോഗശാന്തി കൊടുക്കുന്ന കരമാണ്. ഇന്ന് രാത്രി ഏത് രോഗപീഠകളാകട്ടെ, ബ്രെയിൻ ട്യൂമർ ആകട്ടെ, ക്യാൻസർ ആകട്ടെ, കിഡ്നി സംബന്ധമാകട്ടെ, ഹാർട്ട് സംബന്ധമാകട്ടെ, ഷുഗർ കൂടി അങ്ങേയറ്റം പറ്റി നിൽക്കട്ടെ, എന്ത് രോഗങ്ങളും ആയിക്കോട്ടെ, കാരണം പുസ്തകം പഠിപ്പിക്കുന്നത് യഹോവ നിന്റെ അകൃത്യമൊക്കെ മോചിക്കും, സകല രോഗത്തെ സൗഖ്യമാക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഇന്ന് രാത്രി അവിടുന്ന് തൃക്കരം തൊട്ട് ആ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. കുഷ്ഠരോഗിയെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. യാക്കോബിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. ഏലിയാവിനെ സ്പർശിച്ച കരം കുറുകിപ്പോയിട്ടില്ല. കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയ കരം കുറുകിപ്പോയില്ല. ഇന്ന് രാത്രി ആ കരത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുക. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി ദൃഷ്ടി പോയവർക്ക് പവകാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി ദൃഷ്ടി പോയവർക്ക് പവകാഴ്ചയും നൽകി. നഷ്ടജീവനായ എന്നെ കേൾക്കുന്ന പ്രിയരെ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയില്ല. യാക്കോബിനെ സ്പർശിച്ച കരം കുറുകിയില്ല. ഏലിയാവിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയ കരം കുറുകിപ്പോയിട്ടില്ല. ഓടിച്ചവസാനിപ്പിക്കുക. ചില വ്യക്തികൾ, മാതാപിതാക്കൾ കർത്താവിന്റെ കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പിള്ളേരെ കൊണ്ടുവന്നു. ശിഷ്യന്മാര് വിലക്കി. അപ്പോൾ യേശു അടുത്ത് വന്ന് പറഞ്ഞു, ശിശുക്കളെ തടയരുത്,
അവരെ എൻ്റെ അടുക്ക വിട്. ആ ഭാഗം നിങ്ങൾക്കറിയാം. അവിടുത്തെ തൃക്കരം കുഞ്ഞുങ്ങളുടെ ശിരസിൽ വെച്ച് കൈവച്ച് അനുഗ്രഹിച്ചെന്ന അവിടുത്തെ കരത്തിന്റെ പ്രത്യേകത നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന കരമാണ്. നിന്റെ സന്തതി നശിക്കാൻ അനുവദിക്കത്തില്ല. നിന്റെ തലമുറ അസ്തമിച്ചു പോകാൻ അനുവദിക്കത്തില്ല. നിന്റെ തലമുറയ്ക്ക് ദോഷം വരാൻ അനുവദിക്കത്തില്ല. നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന കരമാ. ആ കരം കുറുകി പോയിട്ടില്ല. ഓടിച്ചോടിച്ചങ്ങ് വിടുക. ഇതൊക്കെ നിന്ന് വ്യാഖ്യാനിച്ച് പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള ഭാഗം അതങ്ങ് തൊട്ട് പോവുക. 3 ദിവസം മുഴുവൻ തിരുവചനം കേട്ട ദൈവമക്കൾ. ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഗുരു ഇവിടെ ചായക്കടയില്ല, വീഡിയോയില്ല, ഒന്നുമില്ല. ഇപ്പോഴാണെന്നില്ല പിള്ളേർ ബൈക്കെ കൊണ്ടു തരുന്നതിന് എന്നാ പറഞ്ഞില്ല, ഒരു ബനീനുമൊക്കെ ഇട്ട് എന്തോ സൊമാറ്റോ. ഓ തെറ്റിയോ? ഒന്നുമില്ല അന്ന്. മൊബൈൽ ഇപ്പം പിന്നെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ 3 ചിക്കൻ ഗ്രേവി വേണം. 10 മിനിറ്റ് കഴിയുമ്പം ഹോം ഡെലിവറി. അതാ ഒരു ഇംഗ്ലീഷ് കൂടി ഇരിക്കട്ടെ. ഇത്ര നേരം 1.25 മണിക്കൂർ നിന്നാൽ അന്ന് ഹോം ഡെലിവറി ഒന്നും ഒരു ഡെലിവറി ഇല്ല. 3 ദിവസം മുഴുവൻ തിരുവചനം കേട്ടു. ശിഷ്യന്മാർ പറഞ്ഞ് ഇല്ല ഗുരു വിട്ടേര്. അന്ത്രയോസ് എന്നും യോഗം കേൾക്കുന്നുണ്ട്. പുള്ളിക്ക് തന്നും വലിയ വിഷയമില്ല. പുള്ളി ഇടയിൽ കൂടെ ചെന്നൊരു കൊച്ചനെ കളിപ്പിച്ച് 5 അപ്പം അതിൻ്റെ അമ്മ എങ്ങാണ്ട് കൊടുത്ത് വിട്ടതാ യോഗത്തിന് വന്നപ്പോൾ. അവനിവിടെ ലാവണ്യവാക്കും തിരുവചനം കേട്ടപ്പോൾ ഇത് മാറ്റി വെച്ചു. അന്ത്രയോസ് ഇതെന്നും കേൾക്കുന്നുണ്ട്. അവനിതൊന്നും വിഷയമില്ല. അവനിങ്ങനെ അടിച്ചു മാറ്റാൻ നല്ല വിരുദാ. അടിച്ചു മാറ്റി. അപ്പോൾ എൻ്റെ ചിന്തയാണ്, അന്ത്രയോസൊക്കെ ചിന്തിച്ചതാ, ഗുരു പൊതുയോഗം പിരിച്ചു വിട്ടോ, ഞങ്ങൾക്ക് കമ്മിറ്റി ഉണ്ടെന്ന്. കർത്താവ് സർവജ്ഞാനിയല്ലേ. സമുദ്രത്തിൻ്റെ അടിത്തട്ട് കൂടെ ഊളിയിട്ട് പോയ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ മറഞ്ഞിരുന്ന ചതുരതമ്മ കണ്ടവനാ കർത്താവ്. അവിടുന്ന് മനസ്സിലായി ഒമാർ 5 അപ്പം 2 മീനും അപ്പറേ പോയിരുന്ന് അടിച്ചു മാറ്റാനാ. കർത്താവ് പറഞ്ഞു ഇന്ന് കമ്മിറ്റിയില്ല, മൊത്തം പൊതുയോഗമാണ്. പന്തിയാട്ടം കൊണ്ടിരുത്താൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കും. അയ്യോ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഒന്നുമില്ലയോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. 5 അപ്പവും 2 ചെറുമീനും എടുത്ത് അവിടുത്തെ തൃക്കരത്തിലോട്ട് കൊടുത്തു. അവിടുന്ന് അതെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങോട്ട് കൊടുത്തു. അയ്യോ വിളമ്പി ഇവന്മാരുടെ ഊപ്പാട് വരിക. കഴിച്ച് ആൾക്കാർ ഇങ്ങനെ വായിക്കും. എല്ലാവരും തിന്ന് 5 അപ്പവും ചെറുമീൻ 2 എടുത്തു വാഴ്ത്തി. 5 അപ്പവും ചെറുമീൻ 2 എടുത്തു വാഴ്ത്തി. 5000 സമൃദ്ധിയെ നിരന്തം യേശുനായക വാഴ്ക ജീവനായക. 5 അപ്പം 2 മീനും അവിടുത്തെ തൃക്കരങ്ങളെ കൊടുത്തു. എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി വാഴ്ത്തി കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. അവിടുത്തെ കരത്തിന്റെ പ്രത്യേകത തന്നെ സേവിക്കുന്ന, വചനം കേൾക്കുന്ന, വചനമനുസരിക്കുന്ന, ആരാധിക്കുന്ന ജനത്തെ തൃപ്തിപ്പെടുത്തുന്ന കരമാണ്. ഇന്ന് രാത്രി നിന്നെ തൃപ്തിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. യാക്കോബിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. ഏലിയാവിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. കുഷ്ഠരോഗിയെ തൊട്ടകരം കുറുകിയിട്ടില്ല. കുഞ്ഞുങ്ങളുടെ ശിരസിൽ വെച്ച കൈ കുറുകിപ്പോയിട്ടില്ല. അപ്പമെടുത്ത് വാഴ്ത്തിയ കൈ കുറുകിപ്പോയിട്ടില്ല. ഒത്തിരി കാര്യം പറയാനുണ്ട്. ഒന്നുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു, പീഡകൾ സഹിച്ചു. അവിടുത്തെ ആ തിരുക്കരം ആണികളാൽ തൂങ്ങപ്പെട്ട് ക്രൂശിൽ കിടക്കുക. ഇന്ന് രാത്രി ആ ക്രൂശിലോട്ട് നോക്ക്. ഞാനും നിങ്ങളും ചെയ്ത അക്രമങ്ങളും അനീതികളും പാപങ്ങളും ക്രമക്കേടുകളും അവിടുന്ന് നമുക്ക് വേണ്ടി വഹിച്ച് അവിടുത്തെ ആ തൃക്കരം ആണികളാൽ തൂങ്ങപ്പെട്ട് കിടക്കുക. വിവരിക്കുന്നില്ല. അവിടുന്ന് മരിച്ചു. വിലാപുരത്തെ കുന്തം കൊണ്ട് കുത്തി രക്തവും വെള്ളവും ചാടിപ്പുറപ്പെട്ടു. പീലാത്തോസിന്റെ അനുമാനത്താൽ രാത്രി വന്ന് നിക്കോമോസും അരിമത്യയിലെ യോസേപ്പും കൂടെ അനുവാദം ചോദിച്ച് അവിടുത്തെ തിരുശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി 100 രാത്രി സുഗന്ധക്കൂട്ടുള്ള നിർമ്മലശീലയ്ക്കകത്ത് പൊതിഞ്ഞ് അരിമത്യയിലെ യോസേപ്പിന്റെ ആരേമ്മക്കത്ത കല്ലറയ്ക്കകത്ത് കൊണ്ട് അടക്കി കല്ലുരുട്ട് വെച്ച് മുദ്ര വെച്ച് ചരിത്രം 100 പടയാളികളെ കാവൽ ഏർപ്പെടുത്തിയെങ്കിലും കൊരിന്ത്യലേഖനം 15 നേരത്തെ പൗലോസ് ഓർപ്പിച്ചതുപോലെ തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു.
ഇന്നും അവിടുന്ന് ഉയർത്തു ജീവിക്കുന്നു. അരിമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. ആദ്യം മറിയയ്ക്ക്, പിന്നെ കേബാവിന്, 12 പേർക്ക്, 11 പേർക്ക്, എമ്മവസിപ്പോർക്ക്, കടൽക്കര വെച്ച് ബദാന്യ വെച്ച് മുറി അടച്ചിട്ടപ്പോൾ തോമാസ് ഉള്ളപ്പോൾ ശേഷമുള്ളവർക്ക് 500-ലധികം പേർക്ക്. പൗലോസ് പറയാ, ഒടുവിൽ അകാലപ്രജ പോലുള്ള എനിക്കും അവിടുത്തെ ശിഷ്യവൃന്ദങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഏതാണ്ട് 40 ദിവസം അവരുടെ കൂടെ ഇരുന്ന് ഒടുവിൽ ഇവരെ എല്ലാം കൂടെ കൂട്ടി ബദാന്യോളം കൊണ്ടുപോയി ആ അന്ത്യകൽപ്പന അങ്ങോട്ട് കൊടുത്ത്. മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തലപ്രവൃത്തി ഒന്നുകൂടെ ചേർത്ത് പഠിച്ചാൽ അന്ത്യകൽപ്പനയിൽ പ്രധാനപ്പെട്ടതാ സ്നാനപ്പെട്ടോണം. അന്ത്യകൽപ്പന അങ്ങോട്ട് കൊടുത്ത് അവർ നോക്കി നിൽക്കുമ്പോൾ അവിടുന്ന് മുകളിലോട്ട് പോകുക. ആ പോകുന്ന പോക്കിന് ഇങ്ങനെ വായിക്കുന്ന ലൂക്കോസ് 24:50 അവിടുന്ന് കരമുയർത്തി നിൽക്കുക, അനുഗ്രഹിച്ച്. അത് വായിച്ച് ഇന്ന് രാത്രി നമുക്ക് അങ്ങ് നിർത്താം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 50 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ച് ഇന്ന് രാത്രി മെസ്സേജ് നിർത്തുകയാ. സഹോദരിമാര് ചടിയടാന്ന് വായിക്കുന്നുണ്ട്, വളരെ സന്തോഷം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്കിലും മൈക്ക് കൂടെ ഒന്ന് വായിക്കുകയാണെങ്കിൽ അതൊന്ന് അച്ചായൻ എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോ. ലൂക്കോസ് 24:50 ഒന്ന് വായിച്ചോ. എടുത്തവരൊന്ന് വായിച്ചോ, മൈക്ക് കൂടെ ഒന്ന് വായിച്ചോ പെട്ടെന്ന്. വായിച്ചേ. അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി. കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. മതി. എന്റെ ഭാഷയെ പറഞ്ഞ ആ കരം ഇന്ന് ഉയർന്നിരിക്കുക. എന്തിന്? തന്റെ ശിഷ്യവൃന്ദങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. ബദാന്യോളം കൂട്ടിക്കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന വേളയിൽ ആ കരമുയർത്തിയവരെ അനുഗ്രഹിച്ചു. ആ കരം ഇന്ന് ഉയരത്തിൽ ഉയർന്നിരിക്കുക. തന്നെ സേവിക്കുന്ന ആരാധിക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുന്ന കരം. ഇന്ന് രാത്രി രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. യാക്കോബിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. ഏലിയാവിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയ കരം കുറുകിപ്പോയില്ല. കുഞ്ഞുങ്ങളുടെ ശിരസിൽ കൈവച്ച കാര്യം കുറുകിപ്പോയിട്ടില്ല. അപ്പമെടുത്ത് വാഴ്ത്തിയ കരം കുറുകിപ്പോയിട്ടില്ല. ഉയർത്തപ്പെട്ട കരം കുറുകിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി ആ കരം നമ്മെ തൊടട്ടെ.